miss. Okay, we will start with a silent prayer. Okay. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ടിംഗ് പ്ലാൻസ് ആണ് എടുത്തത്. അപ്പൊ അതിന്റെ ചാപ്റ്റർ കഴിഞ്ഞുവല്ലോ. എല്ലാവരും പഠിച്ചിട്ടുണ്ടോ ആ ചാപ്റ്റർ? അപ്പൊ അതിന്റെ MCQ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഡിഫ്യൂഷൻ റേറ്റ്സ് ആർ അഫക്റ്റഡ് ബൈ. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഡിഫ്യൂഷന്റെ സ്പീഡ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്? പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഗ്രേഡിയന്റ്, ഓൾ ഓഫ് ദീസ്. ഏത് ആയിരിക്കും? ഡിഫ്യൂഷൻ കൂടുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും? പ്രഷർ കൂടിയ കൂടും, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടിയ കൂടും. അതായത് ഒരു ഭാഗത്ത് പ്രഷർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മോർ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് അല്ലേ? ടെമ്പറേച്ചർ കൂടിയാലും ഡിഫ്യൂഷൻ റേറ്റ് കൂടും. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെ, ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാണ് അർത്ഥം കേട്ടോ. കോൺസെൻട്രേഷനിലെ വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ അല്ലെ? പിന്നെ ഓൾ ഓഫ് ദീസ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? എല്ലാം പറയാം. ഓൾ ഓഫ് ദീസ് എല്ലാ ഫാക്ടേഴ്സും അഫക്ട് ചെയ്യും ഡിഫ്യൂഷന് കേട്ടോ. ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എല്ലാം ഡിഫ്യൂഷൻ റേറ്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. Which of the following process requires membrane proteins? Membrane proteins ആവശ്യമുള്ള പ്രോസസ് ഏതാണ്? ആർക്ക് പറയാൻ പറ്റും ഇതിന്റെ ആൻസർ? Facilitated diffusion. വെരി കറക്റ്റ്. ആരാത് പറഞ്ഞത്? Miss ശ്രീനന്ദന. വെരി ഗുഡ് കേട്ടോ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലെ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ATP യുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ? ATP വേണ്ട. യെസ് അല്ലെ, ATP വേണ്ട. എനർജി എക്സ്പെൻഡിച്ചർ ഇല്ലാണ്ട് നടക്കുന്ന ഡിഫ്യൂഷൻ ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. വെരി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. എ സെൽ വെൻ ഇമേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ തരത്തിൽ ചോദിച്ചേക്കാണ് ഇവര്. ഇതാണ് സെൽ വിൽ സ്വെൽ അല്ലെ? പ്ലാന്റ് സെൽ സ്വെല്ല് ചെയ്യും കാരണം ഹൈപ്പോട്ടോണിക്. അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടർ ഹിയർ ആക്ട് ആസ് എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ അല്ലെ? പ്ലാന്റ് സെല്ലിന്റെ അകത്ത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഉള്ളിൽ നിന്നുള്ള ആ വെള്ളം സെല്ലിന്റെ അകത്തോട്ട് കയറിയിട്ട് സെല്ല് വീർത്ത് വരും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡൗട്ട് തോന്നാൻ നിങ്ങൾ ഇത് ഓർത്താൽ മതി. നിങ്ങൾ ഉണക്കമുന്തിരിങ്ങയില്ലേ, റൈസിൻസ്, അത് നിങ്ങൾ വെള്ളത്തിൽ വെച്ചാൽ എന്താ പറ്റുക? വീർത്ത് വരില്ലേ? സെയിം തന്നെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അവിടെയും സെൽസ് അല്ലേ, പ്ലാന്റ് സെല്ലല്ലേ അത് അല്ലെ? റൈസിൻസ് വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വീർത്ത് വരില്ലേ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അടുത്തത്
Dolls made of wood swell up in rainy season due to Imbibition. Imbibition. ഇംബൈബിഷൻ അല്ലെ? മരം വെള്ളം വലിക്കും അല്ലെ? അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ആ വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അത് അബ്സോർബ് ചെയ്തിട്ട് വീർത്ത് വരും. അപ്പൊ നമുക്ക് വാതിൽ ചേർത്തടയ്ക്കാൻ പറ്റാറില്ല മഴക്കാലത്ത്. അങ്ങനെ വട്ടച്ചിരിക്കും. ഇവിടെ വട്ടയ്ക്കാന്നാ പറയാ എറണാകുളത്ത്. ആ സൈഡിലേക്ക് തന്നെ പറയണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. വാതിൽ ശരിക്കും ചേർന്ന് ഇരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈസ് എന്താണ്? Negative. വെരി കറക്റ്റ്, നെഗറ്റീവ് കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിലോ? Positive. വെരി കറക്റ്റ്. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കേട്ടോ, നന്നായിട്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണേ. അടുത്തത്, when solute potential increases then water potential would Decrease. കൂടുകയാണെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യലിന് എന്ത് പറ്റും? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടി. ആലോചിച്ച് പറയണം. ഇവിടെ അവര് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, അതാണ് ഇവിടെ, അതൊരു ഹിഡൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് കേട്ടോ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ, ഇപ്പൊ നോർമലി പറയുകയാണെങ്കിൽ ഡിക്രീസ് ആണ്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുന്നതും വാട്ടർ പൊട്ടൻഷ്യൽ കുറയും, മോർ നെഗറ്റീവ് ആവാനാണ് സാധ്യത. പക്ഷെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ശരിക്കും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. പറഞ്ഞില്ലേ, ശുദ്ധമായ വെള്ളത്തിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം അതിൽ കൈനറ്റിക് എനർജി കൂടുതലുള്ളതുകൊണ്ട് വാട്ടർ മോളിക്യൂൾസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ ഉപ്പ് ഇടുന്തോറും, പറഞ്ഞല്ലോ, ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഇടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ്. ആൻസർ നമുക്ക് ഡിക്രീസ് എന്ന് തന്നെ പറയാം. പക്ഷെ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കാര്യം കൂടെ കണക്കിലെടുക്കുമ്പോൾ വി ക്യാൻ സേ ഇറ്റ് വിൽ ഇൻക്രീസ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഹിഡൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കാര്യം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ ആൻസർ ശരിക്കും ഡിക്രീസ് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തതിന് ഡിക്രീസ് തന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ സൊല്യൂഷൻസിൽ, നിങ്ങളുടെ ഇതിന്റെ ആൻസർ തന്നിട്ടുള്ള ഹിൻസ് ഇല്ലേ, അതിൽ ഇൻക്രീസിനാണ് ആൻസർ കൊടുത്തേക്കുന്നത്. പക്ഷെ ശരിക്കും ആൻസർ പറയുകയാണെങ്കിൽ ഡിക്രീസ് തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെയാണ് പഠിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ ഇപ്പൊ ഡിക്രീസ് തന്നെയാണ് ആൻസർ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് കേട്ടോ. അപ്പൊ തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ഹിൻസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം. 8ാമത്തെ ആൻസർ ഹിന്റിൽ 1 ആണ്. ആൻസർ ഇൻക്രീസ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ സൊല്യൂഷൻസ് തന്നിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾ ചെറുതായിട്ട് ഒരു തിരുത്ത് വരുത്തണം. ഇറ്റ് വിൽ ഡിക്രീസ്, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് നമുക്ക് ആൻസറിനെ ഡിക്രീസ് തന്നെ എഴുതാം കേട്ടോ. ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ 8ാമത്തെ കേട്ടോ. തൽക്കാലം ഇപ്പൊ ഡിക്രീസ് തന്നെ ആൻസർ ആയിട്ട് പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫോർ എ സൊല്യൂഷൻ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ psi W is equivalent to Solute potential. Yes. Yes. Very correct. അല്ലെ? Atmospheric pressure, solution atmospheric pressure psi W water potential is equivalent to solute potential. Correct. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കണം. നമ്മൾ കുറെ ടേംസ് കണ്ടു അല്ലെ? സോളിഡ് പൊട്ടൻഷ്യൽ, പ്രഷർ പൊട്ടൻഷ്യൽ, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, ഓസ്മോട്ടിക് പ്രഷർ, വാട്ടർ പൊട്ടൻഷ്യൽ കുറെ കണ്ടു. ടർഗർ പ്രഷർ, സക്ഷൻ പ്രഷർ അല്ലെ, ഇംബൈബിഷൻ, അത് ഇത് കുറെ കണ്ടു. വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ്, ടർഗർ പ്രഷർ ഈസ് ദ ടർജർ പ്രഷർ. പോസിറ്റീവ് പ്രഷർ. യെസ്, കറക്റ്റ്, വെരി കറക്റ്റ്. ആരാ പറഞ്ഞത്? ഉത്തര. വെരി കറക്റ്റ്. ടർഗർ പ്രഷർ അല്ലേ, വെള്ളം അകത്തോട്ട് കയറല്ലേ അല്ലെ? ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഇട്ട് കഴിയുമ്പോൾ അകത്തോട്ട് വെള്ളം കയറുമ്പോൾ ആ പ്ലാസ്മ മെംബ്രെയിൻ സെൽ വോളിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്, അല്ലെങ്കിൽ ആ പ്രോട്ടോപ്ലാസം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം സൈറ്റോപ്ലാസം അതിന്റെ സെൽ വോളിലോട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് എന്താ? ടർജർ പ്രഷർ. അതിന്റെ ഈക്വൽ ആയിട്ട് ഒരു പ്രഷർ ഉണ്ട്, അതിന് പറഞ്ഞ പേരെന്താ? ടർജർ പ്രഷറിന് ഇക്വലന്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു പ്രഷർ ഉണ്ട്, അതിന്റെ പേരെന്താ? Wall pressure. യെസ്, കറക്റ്റ്, വാൾ പ്രഷർ അല്ലെ? ടർജർ പ്രഷർ ഈസ് ഈക്വൽ ടു വാൾ പ്രഷർ എന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ? കറക്റ്റ്. അടുത്തത്, പ്ലാന്റ് സീഡ്സ് വെൻ സോൺ ഇൻ സോയിൽ ജെർമിനേറ്റ് ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ് ഡ്യൂ ടു. എന്തുകൊണ്ട്? അപ്പൊ വിത്ത് മുളക്കണതിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കണേ അവര് അല്ലെ?
ഇംബൈബിഷൻ മുള പ്രഷർ. വരുന്നതിന് കാരണം യെസ്, ഇംബൈബിഷൻ പ്രഷർ അല്ലെ, വെള്ളം വലിച്ചെടുക്കുകയാണ്. അതിന്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൊളോയിഡൽ ഫോമിലായിരിക്കും. അപ്പൊ കൊളോയിഡ്സ് യൂഷ്വലി ദേ വിൽ അബ്സോർബ് വാട്ടർ ബൈ ഇംബൈബ്. അപ്പൊ ആ വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ സീഡ്സ് അല്ലെ, അതിന്റെ അകത്ത് ആ പ്രഷർ വരികയാണ് അല്ലെ. അപ്പൊ ആ പ്രഷർ വരുമ്പോ എന്ത് പറ്റും? പഠിച്ചിട്ടില്ലേ, ടെസ്റ്റാ, ടെക്മെൻ, ഇന്റർമെൻസ് ഒക്കെ സീഡ് കോട്ടായി മാറുന്ന പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ സീഡ് കോട്ട് ബ്രേക്ക് ആയിട്ട് ആ റാഡിക്കലിലും ഫിലിമുകളിലും പുറത്തേക്ക് വരാൻ സൗകര്യമായിരിക്കും കേട്ടോ. ഇംബൈബ് ചെയ്യുന്നതുകൊണ്ടാണ് കൊളോയിഡ്സ്. അടുത്തത്, ഇൻ മാസ് ഫ്ലോ വേരിയസ് സബ്സ്റ്റൻസസ് മൂവ് ഇൻഡിപെൻഡന്റ്. എന്തായിരിക്കും കാരണം? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നമ്മൾ പഠിച്ചില്ലേ? സോഴ്സിൽ നിന്ന് സിങ്കിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പഠിച്ചില്ലേ? സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകളിലാണ് ഫോട്ടോസിന്തസിസ് വഴി അവര് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുക അല്ലെ. അതിനുശേഷം അതിനെ സുക്രോസാക്കി മാറ്റിയിട്ടാണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെ. ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലോട്ട് സീഡ് ട്യൂബ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെ. സീഡ് ട്യൂബ് വഴി. അത് കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് അർത്ഥം കേട്ടോ, ഡിഫറൻസ് എന്ന് അർത്ഥം. കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷൻ. ലോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അധികം കിട്ടാത്ത ഭാഗങ്ങൾ, അതായത് റൂട്ട്സിനൊന്നും ഗ്രീൻ കളർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്കൊന്നും ഫോട്ടോസിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ ആവശ്യമായ ഏരിയാസ് ആണ്. അപ്പൊ അങ്ങോട്ട് സീഡ് ട്യൂബ് വഴിയാണ് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യുക അല്ലെ, ഫ്രം ദ സോഴ്സ് ടു ദ സിങ്ക്, വിച്ച് ഈസ് മെയിൻലി ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കേട്ടോ. അത് ആ ഭാഗമൊക്കെ വായിച്ചു നോക്കണം, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, വായിച്ചു നോക്കുക എല്ലാവരും. ഇനി നോൺ ലിവിംഗ് കമ്പോണൻസ് ഓഫ് സൈലം ടിഷ്യൂസ് ആർ ഇൻവോൾവ്ഡ് ഇൻ. നോൺ ലിവിംഗ് കമ്പോണൻസ് ഓഫ് സൈലം ടിഷ്യൂസ് ഏതൊക്കെയാണ്? നോൺ ലിവിംഗ് കമ്പോണൻസ് ആർക്കൊക്കെ പറയാം? സൈലത്തിലെ നോൺ ലിവിംഗ് കമ്പോണൻസ് ആരൊക്കെയാണ്? സൈലം ഫൈബേഴ്സ് അല്ലെ, സൈലം ട്രക്കീഡ്സ് അല്ലെ, സൈലം വെസൽസ്. സൈലം പാരങ്കൈമ മാത്രമാണ് ലിവിംഗ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ ടിഷ്യൂസും നോൺ ലിവിംഗ് ആണ് സൈലത്തില് കേട്ടോ. സൈലം പാരങ്കൈമ മാത്രമാണ് ലിവിംഗ് ആയിട്ടുള്ള ടിഷ്യൂ ഉള്ളൂ. അതിന്റെ ഫംഗ്ഷൻ സ്റ്റോറേജ് ആണ്. ബാക്കി എല്ലാ കമ്പോണൻസും ട്രക്കീഡ്സ് ആവട്ടെ വെസൽസ് ആവട്ടെ, അപ്പൊ നമുക്ക് അതിനെ ട്രക്കിയറി എലിമെന്റ്സ് എന്ന് പറയാം അല്ലെ. ട്രക്കീഡ്സിനെ വെസൽസിനെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? ട്രക്കിയറി എലിമെന്റ്സ്. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് കേട്ടോ. ട്രക്കിയറി എലിമെന്റ്സ് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. അപ്പൊ നോൺ ലിവിംഗ് കമ്പോണൻസ് സൈലത്തിൽ കൂടെ ഫുഡ് മറ്റേ വാട്ടറിന്റെ കണ്ടക്ഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ടല്ലോ, അത് ഏത് പാത്വേയിലായിരിക്കും അവർ ചോദിച്ചേക്കണം. ഏത് പാത്വേ ആയിരിക്കും? ശ്രദ്ധിച്ച് പറയണം, ആലോചിച്ചിട്ട് പറയാം. ഏതാണ്? ആ കറക്റ്റ്. ആരാ പറഞ്ഞ ആൻസർ? ഉത്തരയാണോ? സാൻഡ്ര. വെരി കറക്റ്റ്. എപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്. ഒന്ന് നോട്ട് ചെയ്യൂ എല്ലാവരും, ടെക്സ്റ്റിൽ ഒന്ന് എഴുതിയിടൂ. ആ സിംപ്ലാസ്റ്റ് എപ്പോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗമില്ലേ ടെക്സ്റ്റില്? പേജ് നമ്പർ പറയാം. പേജ് നമ്പർ നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് എന്നോടും പറയണേ. പേജ് നമ്പർ അവിടെ ഒന്ന് എഴുതിയിടാം. എപ്പോപ്ലാസ്റ്റിക് പാത്വേക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എഴുതിയിടൂ നിങ്ങൾ. ഡെഡ് ചാനൽ എന്നും പറയും കേട്ടോ. ഡെഡ് ചാനൽ, DEAD, ഡെഡ് ചാനൽ, അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് എപ്പോപ്ലാസ്റ്റിക് പാത്വേക്ക്. ഒന്ന് എഴുതിയിടൂ. പേജ് നമ്പർ 184. പേജ് നമ്പർ 184 എപ്പോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ എപ്പോപ്ലാസ്റ്റിക് പാത്വേ ആയതുകൊണ്ട് ഈ നമുക്ക് അറിയാം അല്ലെ, അതിന്റെ വാൾസിൽ കൂടെയാണ് അല്ലെ, ഇന്റർസെല്ലുലാർ സ്പേസസിൽ കൂടെയും മറ്റേ സെൽ വാളിൽ കൂടെയൊക്കെ ആയിരിക്കും എപ്പോപ്ലാസ്റ്റിക് പാത്വേ പോവുക. നിങ്ങളുടെ പടം നോക്കൂ, പേജ് നമ്പർ 184 താഴത്തെ ഒരു ഡയഗ്രാം കണ്ടോ നിങ്ങള്? ആ ഡയഗ്രത്തില് എപ്പോപ്ലാസ്റ്റിക് പാത്വേ നോക്കൂ. സെല്ലിന്റെ അകത്തേ കൂടെ അല്ല പോണേ, സെല്ലിന്റെ മറ്റേ അരികത്തെ കൂടെ പോണത്. അതായത് സെൽ വാളിന്റെയും അല്ലെങ്കിൽ ആ ഇതുണ്ടല്ലോ ഇന്റർസെല്ലുലാർ സ്പേസസിൽ കൂടെയൊക്കെയാണ് പോണത്. ആ ആരോ കണ്ടോ?
അകത്തേക്കൂടെ പോണ ആരോ സിംപ്ലാസ്റ്റ് ആണ് കേട്ടോ. ആ രണ്ട് വശങ്ങളിൽ കൂടെ രണ്ട് ആരോ പോയേക്കണുണ്ടോ, അത് എപ്പോപ്ലാസ്റ്റ് ആണ്. മനസ്സിലായോ? അതായത് ഇന്റർസെല്ലുലാർ സ്പേസസിൽ കൂടെ സെൽ വാളിൽ കൂടെ ആയിട്ട് പോകുന്ന വെള്ളം അങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത് എപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്. എപ്പോപ്ലാസ്റ്റിക് പാത്വേയിൽ ഒരിക്കലും ലിവിങ് ടിഷ്യൂസ് ഇൻവോൾവ് ആവില്ല. പക്ഷെ സിംപ്ലാസ്റ്റിൽ അങ്ങനെയല്ല, സെല്ലിന്റെ അകത്തേ കൂടെയാണ് കയറി പോണേ അല്ലെ, സെല്ലിന്റെ അകത്തേ കൂടെ ഈ പറഞ്ഞ മറ്റേ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെയൊക്കെ കയറി പോയ അല്ലെ, ആ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് ഒക്കെ വഴി അല്ലെ, ഒരു സൈറ്റോപ്ലാസത്തിൽ നിന്ന് അടുത്ത സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് അല്ലെ, പ്ലാസ്മോഡെസ്മാറ്റ വഴി അങ്ങനെ അങ്ങനെ അകത്തേ കൂടെ പോണതുകൊണ്ട് ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂസ് നിർബന്ധമാണ് സിംപ്ലാസ്റ്റിന് കേട്ടോ. ഞാൻ പറഞ്ഞ പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷെ എപ്പോപ്ലാസ്റ്റിന് ലിവിങ് ടിഷ്യൂസിന് യാതൊരു നിർബന്ധമില്ല. ലിവിങ് ടിഷ്യൂസ് ഇല്ലെങ്കിലും എപ്പോപ്ലാസ്റ്റിക് പാത്വേ നടക്കും. അതുകൊണ്ട് അതിനെ ഡെഡ് ചാനൽ എന്നും വിളിക്കാറുണ്ട്. ഒന്ന് എഴുതി വെക്കുക അവിടെ, ഡെഡ് ചാനൽ കേട്ടോ. എപ്പോപ്ലാസ്റ്റിക് പാത്വേക്ക് നമ്മൾ ഡെഡ് ചാനൽ എന്ന് വിളിക്കാറുണ്ട്. അതിന് നോൺ ലിവിങ് കമ്പോണൻസ് ആണെങ്കിലും അതിന് യാതൊരു പ്രശ്നമില്ല, കാര്യങ്ങൾ നടന്നോളും, വെള്ളം കണ്ടക്ട് ചെയ്തോളും. പക്ഷെ സിംപ്ലാസ്റ്റിക് പാത്വേക്ക് ലിവിങ് കമ്പോണൻസ് നിർബന്ധമാണ്, സൈറ്റോപ്ലാസം വേണം, അത് ലിവിങ് ആയിരിക്കണം കേട്ടോ. അകത്തേ കൂടെ പോകുമ്പോൾ ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂ ഇതിന്റെ ഉള്ളിൽ കൂടെ വേണം അതിന് കവർ ചെയ്ത് പോകാനായിട്ട്. മനസ്സിലായി? അപ്പൊ എല്ലാവരും നല്ലൊരു ക്വസ്റ്റ്യൻ. വെരി കറക്റ്റ്. എപ്പോപ്ലാസ്റ്റും സിംപ്ലാസ്റ്റും രണ്ട് വഴിയും വരാം. ഗട്ടേഷൻ ഹാപ്പൻസ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഗട്ടേഷൻ. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് കേട്ടോ ആൻസർ. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. കാരണം ഗട്ടേഷൻ വരുന്നത് എപ്പോഴാണ്? റൂട്ട് പ്രഷർ കൂടും, ട്രാൻസ്പിരേഷൻ കുറയുമ്പോൾ അല്ലെ. റൂട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അല്ലെ. അപ്പൊ അത് ആ പ്രഷർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് അത് ആക്ച്വലി. അപ്പൊ എക്സ്ട്രാ വാട്ടറിനെ അവർക്ക് എങ്ങനെയെങ്കിലും പുറം തള്ളിയേ പറ്റൂ. അതുകൊണ്ടാണ് അവര് ഹൈഡത്തോടുകൾ വഴി, അത് ഓപ്പണിംഗ് ആണെന്ന് മിസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ആ ഹൈഡത്തോട്സ് വഴി ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇത് പ്യുവർ വാട്ടർ അല്ല കേട്ടോ. ഗട്ടേഷൻ വഴി പുറത്തേക്ക് വിടുന്ന വെള്ളം പ്യുവർ വാട്ടർ അല്ല, ദാറ്റ് ഈസ് ഇംപ്യുവർ വാട്ടർ കേട്ടോ. ഇംപ്യുവർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം എന്നല്ല ഉദ്ദേശിക്കണേ, അതിന്റെ അകത്ത് ഒരുപാട് ഡിസോൾവ് ആയിട്ടുള്ള സോൾട്ടുകളൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള വെള്ളമാണ് ഗട്ടേഷൻ വഴി പുറത്തോട്ട് പോകുന്നത് കേട്ടോ. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ശരീരത്തിനകത്ത് നടക്കുന്ന പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇനി സെലക്ട് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗാർഡ് സെൽസ് ആർ ഡംബൽ ഷേപ്പ് ഇൻ മോണോകോട്ട് അല്ലെ, കറക്റ്റ് ആണ് അല്ലെ. ഡംബൽ ഷേപ്പ് ആണ്. ഡൈക്കോട്സിൽ കിഡ്നി ഷേപ്പ് ആണ് അല്ലെ. ഗാർഡ് സെൽസിന് കിഡ്നി ഷേപ്പ് അല്ലേ ഡൈക്കോട്സില്. മോണോകോട്ടുകളിൽ ഡംബൽ ഷേപ്പ് ആണ്, കറക്റ്റ് ആണ്. ഇന്നർ വാൾ ഓഫ് ദ ഗാർഡ് സെൽ ഈസ് തിൻ ആൻഡ് ഇലാസ്റ്റിക് ഇൻ ഡൈക്കോട്സ്. തെറ്റ്. ഇന്നർ വാൾ ഓഫ് ഗാർഡ് സെല്ല് തിക്കായിരിക്കും കേട്ടോ, തിക്കാണ്. ഔട്ടർ വാളാണ് തിന്നും ഇലാസ്റ്റിക്കും കേട്ടോ. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെല്ലുലോസിക് മൈക്രോഫൈബ്രിൽസ് ആർ അറേഞ്ച്ഡ് റേഡിയലി ഇൻ ദ ഗാർഡ് സെൽസ്. അതെ അല്ലെ, ഗാർഡ് സെൽസിൽ റേഡിയൽ അറേഞ്ച്മെന്റ് ആണ് മൈക്രോഫൈബ്രിൽസ്. മൈക്രോഫൈബ്രിൽസിന്റെ ആ ഒരു എന്താ പറയുക സ്ട്രെച്ചിങ് കാരണമാണ് ഗാർഡ് സെൽസ് അല്ലെ പിന്നോട്ട് നീങ്ങും, അത് ടർജിഡ് ആവും ഫ്ലാസിഡ് ആവുന്നൊക്കെ സമയത്ത് ആ മൈക്രോഫൈബ്രിൽസിന് വലിയൊരു റോൾ ഉണ്ട്. പ്രത്യേകിച്ച് ടർജിഡ് ആവുമ്പോൾ മൈക്രോഫൈബ്രിൽസ് ശരിക്കും സ്ട്രെച്ച് ആവുന്നുണ്ട്. ആ സ്ട്രെച്ചിങ് വരുമ്പോഴാണ് ഗാർഡ് സെൽസിന്റെ ആ പോറ് ഓപ്പൺ ആവുക. മനസ്സിലായോ? ഇനി ഗാർഡ് സെൽസ് ആർ സറൗണ്ടഡ് ബൈ സബ്സിഡറി സെൽസ്. അതെ ശരിയാണ്. അപ്പൊ ഏതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകറക്റ്റ് ആണ് കേട്ടോ. ഇൻകറക്റ്റ് തെറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇതാണ് കേട്ടോ. ഇന്നർ വാൾ ഓഫ് ദ ഗാർഡ് സെൽസ് ഈസ് തിൻ ആൻഡ് ഇലാസ്റ്റിക്. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. കാസ്പാരിയൻ സ്ട്രിപ്സ് ഓഫ് ദ റൂട്ട് എൻഡോഡെർമിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടാണ് റൂട്ട് കാസ്പാരിയൻ സ്ട്രിപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്? Suberin. സ്യൂബറിൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ശരി. ഇനി കൈറ്റിൻ എവിടെയാണ്? കൈറ്റിൻ എക്സോസ്കെലറ്റൻ ഓഫ് ഇൻസെക്ട്സ് അല്ലെ. ഇൻസെക്ട്സിന്റെ എക്സോസ്കെലറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. പോളിസാക്കറൈഡ് അല്ലെ കൈറ്റിൻ. അതുപോലെ തന്നെ ഫംഗൽ
അല്ലെ? ഈ പഞ്ചയുടെ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ അല്ലെ? അതിനെ ഫംഗൽ സെല്ലുലോസ് എന്നും പറയൂ കേട്ടോ, കൈറ്റിനെ. അയോൺസ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ സോയിൽ ബൈ അയോൺസ്, മിനറൽ അയോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. മിനറൽ അയോൺസ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ സോയിൽ ബൈ ഏതൊക്കെ മെത്തേഡിൽ അബ്സോർബ് ചെയ്യാം? പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കേട്ടോ, ബോത്ത് 1 and 2. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മിനറൽ ട്രാൻസ്പോർട്ടിൽ നമ്മൾ കണ്ടു. മിനറൽ ന്യൂട്രീഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഈ ചാപ്റ്ററിലും ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എ പ്ലാന്റ് ഓർഗൻ ഹാവിംഗ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഫുഡ് വിൽ സെർവ് ആസ് സോഴ്സ്. എവിടെയാണ്? വെരി കറക്റ്റ്, സോഴ്സ് ആണ് അല്ലെ? സോഴ്സിൽ നിന്ന് സിങ്കിലോട്ട് അല്ലെ, കോൺസെൻട്രേഷൻ ഗ്രേഡിന്റെ അനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ട്രാൻസ്ലൊക്കേഷൻ ചെയ്യും. ഇനി ഈ ഡയഗ്രാം നോക്കൂ നിങ്ങള്. ചെയ്യണം. ഏതാണ്? ഫെസിലിറ്റി ഡിഫ്യൂഷൻ ആണ്. ബൈ ട്രാൻസ് റേഡിയൽ ഓറിയന്റേഷൻ അപ്പോഴാണ് ഗാർഡ് സെൽസ് ഫുള്ളി അല്ലെ ടർജിഡ് ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് വരിക. ഇതാണ് ശരിക്കും ആൻസർ കേട്ടോ. ഇത് ഈ കാരണം കൊണ്ടാണ് ശരിക്കും സ്റ്റൊമാക്കിൽ അപ്പർസർ നമുക്ക് കറക്റ്റ് ആയിട്ട് ദൃശ്യമാവുന്നത് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡൽ ഓറിയന്റേഷൻ തെറ്റാണ്. ഒരു മദാമയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങള്? ലോഞ്ചിറ്റ്യൂഡിനൽ ഓറിയന്റേഷൻ ഓഫ് സെല്ലുലോസ് മൈക്രോഫൈബ്രിൽസ് ഇൻ ദ സെൽ വാൾ ഓഫ് ദ ഗാർഡ് സെൽ അല്ല, ലോഞ്ചിറ്റ്യൂഡൽ ഓറിയന്റേഷൻ അല്ല, റേഡിയൽ ഓറിയന്റേഷൻ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യൂർ വാട്ടർ എങ്ങനെയാണ്? യെസ്, വെരി കറക്റ്റ്. അപ്പൊ അതോടുകൂടി ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് ഏതാണ്ട് തീരുമാനമായി. ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞു, അതിന്റെ MCQ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനിയിപ്പോ ഒരു പ്രാവശ്യം ടെക്സ്റ്റ് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടച്ചു വെക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ. കുറച്ച് വിഷമം പിടിച്ച ചാപ്റ്റർ ആണ്, കുട്ടികൾക്ക് പൊതുവെ അത്ര രസിക്കാത്ത ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്കത് പഠിക്കാം. ഫോട്ടോസിന്തസിസ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റും കൂടെ എടുത്തു വെക്കുക. ചില ഭാഗങ്ങൾ മാർക്കൊക്കെ ചെയ്യാനുണ്ട്, അപ്പൊ എടുത്തു വെക്കുക ഫോട്ടോസിന്തസിസ് ആ ചാപ്റ്റർ കേട്ടോ. ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ ആണ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള 2 ചാപ്റ്റർ +1 കേട്ടോ. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് ഡീൽ ചെയ്യാം. ഞാനും എന്റെ ടെക്സ്റ്റ് ഒന്ന് എടുത്തു വെച്ചോട്ടെ. ഓക്കെ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇതിൽ ആദ്യം പറയുന്നത് ഫോട്ടോസിന്തസിസിന്റെ ഡെഫിനേഷൻ കാര്യങ്ങൾ. കുറച്ച് സ്പീഡിൽ പോകും കേട്ടോ. അപ്പൊ എല്ലാവരും അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഡെഫിനേഷൻ ആണ് ആദ്യമായിട്ട് പറയുന്നത്. ഇതൊരു ഫിസിക്കോ കെമിക്കൽ അല്ലെങ്കിൽ ഫോട്ടോ ബയോകെമിക്കൽ പ്രോസസ് ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു കെമിക്കൽ പ്രോസസ് ആണ്, എന്നാൽ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഗനിൽ അല്ലെ, ഒരു ജീവനുള്ള ഒരു വസ്തുവിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ് അല്ലേ, വിത്ത് ഹെൽപ്പ് ഓഫ് ലൈറ്റ് അല്ലെ. പറയുമ്പോൾ വിത്ത് ഹെൽപ്പ് ഓഫ് ലൈറ്റ് ഒരു ബയോ ആയിട്ടുള്ള ഒരു, അതായത് ലിവിങ് ആയിട്ടുള്ള ഒരു സെല്ലില് നടക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് അല്ലെ. ഈ പ്രോസസ്സ് വഴി ഫുഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എവിടെന്നാ ഫോം ചെയ്യുക? ഇനോർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന്. അപ്പൊ ആരൊക്കെയാണ് ഇനോർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ അല്ലെ, അതുപോലെ തന്നെ സണ്ണിന്റെ എനർജി. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെ ഫുഡ് ഫോം ചെയ്യുകയാണ് വിത്ത് ഹെൽപ്പ് ഓഫ് പിഗ്മെന്റ്സ് അല്ലെ. അപ്പൊ പിഗ്മെന്റ്സ് വഴി അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് ഈ പറഞ്ഞ ഷുഗേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ കൂടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സാധനമാണ് ഓക്സിജൻ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഫോട്ടോസിന്തസിസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ. ഒരു ഫോട്ടോ ബയോകെമിക്കൽ പ്രോസസ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട് ഫ്രം ദ ഇനോർഗാനിക് റോ മെറ്റീരിയൽസ്. ഇനോർഗാനിക് റോ മെറ്റീരിയൽസ് പറഞ്ഞാൽ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സോളാർ എനർജി വിത്ത് ഹെൽപ്പ് ഓഫ് പിഗ്മെന്റ്സ് അല്ലെ. ക്ലോറോഫിൽ പിഗ്മെന്റ് എന്തായാലും വേണം, പ്രസൻസിൽ ഹാപ്പൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി അല്ലെ. ഷുഗേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ ഓക്സിജൻ ഈസ് ഇവോൾവ് ആസ് എ ബൈ പ്രോഡക്റ്റ്. അത് എസ്കേപ്പ് ആവണ്ട അല്ലെ, ഭൂമിയിലോട്ട് നമുക്കത് ശ്വസിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് കിട്ടുന്നു.
ഫോട്ടോസിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ് ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മറ്റേ ഇക്കോളജിക്കൽ പിരമിഡ് ഒക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഏറ്റവും ബേസിൽ വരുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലെ. ഗ്രീൻ പ്ലാന്റ്സ് ആണ് ശരിക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹയർ ട്രോഫിക് ലെവൽസ് എല്ലാം വരുന്നത് അല്ലെ. സെക്കൻഡറി മറ്റേ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ് എല്ലാം ആ പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കണേ അല്ലെ. അപ്പൊ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ് ആണ്. പിന്നെ എന്താ, റിലീസ് ഓക്സിജൻ ടു അറ്റ്മോസ്ഫിയർ, വലിയ കാര്യമാണ് ചെയ്യണം അല്ലെ. ഓക്സിജൻ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ മെറ്റബോളിസത്തിനെല്ലാം ഓക്സിജൻ ആവശ്യമല്ലേ, അതിനെ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഫ് ഡിപെൻഡന്റ് പ്രോസസ് ആണ് അല്ലെ. കംപ്ലീറ്റ് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവനുകളും ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഒറ്റ പ്രക്രിയയെ ബേസ് ചെയ്തിട്ടാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ ഫോട്ടോസിന്തസിസ് കേട്ടോ. അത് എങ്ങനെ നടക്കുന്നു, എവിടെ നടക്കുന്നു, അതിൽ വരുന്ന, അപ്പൊ ഓരോരോ പ്ലാന്റ്സിൽ പല തരത്തിലാണ് ഈ പ്രോസസ്സ് ഹാപ്പൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കണേ. പിന്നെ അതിന് മുന്നേ ആയിട്ട് ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എക്സ്പെരിമെന്റ്സ് പഠിക്കാനുണ്ട്. എക്സ്പെരിമെന്റ്സ് പെട്ടെന്ന് പറഞ്ഞോട്ടെ, അതിന്റെ സ്ലൈഡ് ഇതിലില്ല. ഞാൻ പറയുന്നത് പേജ് നമ്പർ 206 എടുക്കുക. പേജ് നമ്പർ 206 അവസാനത്തെ 2 പാരഗ്രാഫും ഉണ്ട്. അവസാനത്തെ പാരഗ്രാഫും 207 ആദ്യത്തെ പാരഗ്രാഫും. ആ കാര്യം ഞാൻ ചുരുക്കി പറയാം. ഫോട്ടോസിന്തസിസ് 2 എക്സ്പെരിമെന്റ്സ് ഉണ്ട് ഫോട്ടോസിന്തസിസിനെ റിലേറ്റ് ചെയ്തിട്ട്. ഒന്ന് വേരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്, പിന്നെ ഒന്ന് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. ഇങ്ങനെ 2 എക്സ്പെരിമെന്റ് പെട്ടെന്ന് എഴുതി വെച്ചോളൂ എവിടെയെങ്കിലും. ഒന്ന് വേരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്, പിന്നെ ഒന്ന് ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് അനോട്ടേറ്റും കൂടെ ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. വേരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. ഇങ്ങനെ 2 എക്സ്പെരിമെന്റ് ആണ് ഫോട്ടോസിന്തസിസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ട് 2 എക്സ്പെരിമെന്റ്സ്. നമുക്ക് എന്താന്ന് നോക്കാം. വേരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. വേരിഗേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞാൽ ചില ലീഫിൽ പച്ച മുഴുവനായിട്ട് ഉണ്ടാവില്ല, ഇടയ്ക്ക് ചില ഭാഗത്ത് ഇത്തിരി ഓഫ് വൈറ്റ് കളറിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ക്രോട്ടൻസ് ഒക്കെ, ചില ഇലച്ചെടികൾ കണ്ടിട്ടില്ലേ, മുഴുവൻ പച്ചയായിരിക്കില്ല, പല പല കളേഴ്സ് ഒക്കെ ആയിട്ട്, ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ വെള്ള, അങ്ങനത്തെ വരകളും പാടുകളൊക്കെ ഉള്ള ഇലകൾ കണ്ടിട്ടില്ലേ. അങ്ങനെയുള്ള ലീഫാണ് നമ്മൾ വേരിഗേറ്റഡ് ലീഫ് എന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ള ലീഫ് എടുത്താലും അതിന്റെ പച്ചയുള്ള ഭാഗത്തായിരിക്കും ഫോട്ടോസിന്തസിസ് നടക്കുക. വെള്ളയോ മഞ്ഞയോ ഒക്കെ ഉള്ള ഭാഗത്ത് ഫോട്ടോസിന്തസിസ് നടക്കാറില്ല. മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് നടക്കാറില്ല. അതിൽ മെയിൻ ആയിട്ട് ആ ഗ്രീൻ പാർട്ടിലാണ് ഫോട്ടോസിന്തസിസ് മെയിൻ ആയിട്ടും ഹാപ്പൻ ചെയ്യും. മനസ്സിലായോ? അതായത് സ്റ്റാർച്ചിന്റെ ഒക്കെ മറ്റേ ഫോർമേഷൻ നടക്കുന്നത് ആ ഗ്രീൻ കളർ പാർട്ടിലായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റിലേക്ക് വരിക, നമുക്ക് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റിലോട്ട് വരാം. ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരാണ് മോൾ, MOHL. മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ് എന്നാ പറയുക. മോൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. ഈ എക്സ്പെരിമെന്റ് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ആദ്യം ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളില് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിറച്ചു. എന്നിട്ട് അതിലോട്ട് KOH കേട്ടോ, KOH മുക്കിയ ഒരു പഞ്ഞി ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തോട്ട് ഇട്ടു. മനസ്സിലായി? KOH മുക്കിയിട്ട് ഒരു പഞ്ഞി ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒരു ചെടി എടുത്തിട്ട് ആ ചെടിയുടെ ഇലയുടെ കുറച്ച് ഭാഗം ടെസ്റ്റ് ട്യൂബിന്റെ അകത്തും കുറച്ച് ഭാഗം ടെസ്റ്റ് ട്യൂബിന്റെ പുറത്തുമായിട്ട് അദ്ദേഹം വെച്ചു. എന്നിട്ട് അത് സീല് ചെയ്തു കേട്ടോ. അതിന്റെ ഇടയിൽ ഉള്ള പോർഷൻ അദ്ദേഹം സീല് ചെയ്തു. അപ്പൊ ആ ഇലയുടെ കുറച്ച് ഭാഗം ടെസ്റ്റ് ട്യൂബിന്റെ അകത്തും കുറച്ച് ഭാഗം ടെസ്റ്റ് ട്യൂബിന്റെ പുറത്തും അങ്ങനെയാണ് വെച്ചത്. അപ്പൊ എന്താ പറ്റി, കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം നോക്കി. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അകത്തുള്ള ഭാഗമല്ലേ, അകത്തുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ KOH മുക്കിയ പഞ്ഞിയുണ്ട് അല്ലെ. ഈ പഞ്ഞി ഈ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്ലീറ്റ് വലിച്ചെടുക്കും. അപ്പൊ അകത്തുള്ള ഭാഗത്തിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. KOH will absorb the carbon dioxide. മനസ്സിലായി? പുറത്തുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ്പോസ് ടു എയർ അല്ലേ. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് ആ പുറത്തുള്ള ഭാഗത്തിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനുശേഷം അദ്ദേഹം ഈ ഇല അടർത്തി എടുത്തു കഴിഞ്ഞിട്ട് അകത്തുള്ള ഭാഗത്തിനെ പുറത്തുള്ള ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്തു. ഇല ഇങ്ങനെ മുറിച്ചിട്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്തു. എന്ത് ടെസ്റ്റ് ആണെന്നറിയോ? സ്റ്റാർച്ച് ടെസ്റ്റ്. സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സ്പോസ്ഡ് ആയിട്ടിരുന്ന ഭാഗമല്ലേ, അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുകയും ചെയ്തു. അവിടെ ഗ്ലൂക്കോസ് ഉണ്ടായി. അതായത് സ്റ്റാർച്ചിന്റെ ഫോർമേഷൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് കൺഫേം ചെയ്യാൻ പറ്റി ടെസ്റ്റ് ചെയ്തപ്പോ. അയോഡിൻ ടെസ്റ്റ് ആണ് ചെയ്യുക. സ്റ്റാർച്ചിന്റെ ഡിറ്റക്ഷൻ വേണ്ടി നമ്മൾ അയോഡിൻ ടെസ്റ്റ് ആണ് ചെയ്യുക. അപ്പൊ സ്റ്റാർച്ച് ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ഇലയുടെ അകം വശമില്ല, അതായത് അകത്തുള്ള ഭാഗം, നമ്മൾ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തോട്ട് വെച്ച ഭാഗമില്ലേ, അതായത് ആ KOH മുക്കിയ പഞ്ഞി വെച്ച ഭാഗമില്ലേ, അത് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തോണ്ട് ആ അകത്തോട്ട് വെച്ച ഭാഗത്തില് ഫോട്ടോസിന്തസിസ് നടന്നില്ല. കാരണം എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാനില്ല. കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ് KOH അബ്സോർബ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് ഈ അകത്തുള്ള ഭാഗത്തിന് ഫോട്ടോസിന്തസിസ് ചെയ്യാനും സാധിച്ചില്ല.
അതുകൊണ്ട് സ്റ്റാർച്ചിന്റെ ഫോർമേഷൻ അവിടെ നടന്നുമില്ല. മനസ്സിലായി? അപ്പൊ ഇതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി, എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് അത്യാവശ്യമാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം അതിനെ ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരിക ചെയ്തത്. ഫോട്ടോസിന്തസിസിന്റെ മെയിൻ ഫാക്ടർ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കേട്ടോ. ഈ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആ വാട്ട് ഡു വി നോ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കണ്ടോ, പേജ് നമ്പർ 206 ആ 3 പാരഗ്രാഫില് 207 ഫസ്റ്റ് പാരഗ്രാഫിലും 206 അവസാനത്തെ 2 പാരഗ്രാഫിലും പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇത് നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സയന്റിസ്റ്റുമാരുടെ ഒരുപാട് വർഷത്തെ ഇതുണ്ട്, റിസർച്ചിന്റെ ഫലമായിട്ടാണ് ഇതിന്റെ പല കണ്ടുപിടുത്തങ്ങൾ വന്നേക്കുന്നത്. അതിൽ ഏറ്റവും ഒരു 10-60 സയന്റിസ്റ്റുമാരുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത ഒരു 5-6 പേരുടെ എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് NCERT-ൽ. അപ്പൊ നമുക്ക് അതൊന്നും ചെറുതായിട്ടും നോക്കാം. ഓക്കെ, അതിൽ നമ്പർ 1 ആളാണ് ജോസഫ് പ്രീസ്ലി. അപ്പൊ ജോസഫ് പ്രീസ്ലി എല്ലാവർക്കും അറിയണ്ടാവും, അദ്ദേഹമാണ് ഓക്സിജൻ ഡിസ്കവർ ചെയ്ത അദ്ദേഹമാണ് കേട്ടോ. ഓക്സിജൻ കണ്ടുപിടിച്ച ഹീസ് എ ഡിസ്കവറർ ഓഫ് ഓക്സിജൻ കേട്ടോ. അപ്പൊ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ. പിന്നെ ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോൾ ഓഫ് എയർ ഇൻ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഹി റിവീൽഡ് എയറിന്റെ ഇമ്പോർട്ടൻസ്, പ്ലാന്റിന്റെ ഗ്രോത്തിന് എയറിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞ ആളും കൂടിയാണ് ജോസഫ് പ്രീസ്ലി. അത് പറയാനായിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെന്റ് ഇതാണ്, ഒരു ഭരണിയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ബെൽജാർ എന്ന് പറയും, ബെൽജാറിന്റെ അകത്ത് ഒരു മെഴുകുതിരിയും എലിയും കൂടെ ഇട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മെഴുകുതിരി കെട്ടും പോയി, എലി ചത്തും പോയി. കാരണം എന്താ, ഓക്സിജൻ കിട്ടാനില്ല. ഓക്സിജൻ ഉണ്ടെങ്കിലാണ് മെഴുകുതിരി കത്തുള്ളൂ, എലിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നീട് അദ്ദേഹം ഒരു അതേ ബെൽജർ തന്നെ വേറൊരു എലിയെ, ഒരു മിന്റ് പ്ലാന്റ്, പുതിന ചെടിയാണ് ഉദ്ദേശിക്കുന്നത്, മിന്റ് പ്ലാന്റ്, പിന്നെ കാൻഡിൽ, ഇത് 3 കൂടെ ഒരു ബെൽജാറിനകത്ത് വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്ത് പറ്റി, എലി ചത്തുമില്ല, മെഴുകുതിരി കെട്ടുമില്ല, പ്ലാന്റും അടിപൊളിയായിട്ട് നിൽക്കണം. അപ്പൊ ഇതിൽ നിന്ന് അദ്ദേഹം എന്താ മനസ്സിലാക്കിയത്, ഈ ജാറിന്റെ അകത്ത് ഓക്സിജൻ, ആ ഓക്സിജനെ കേട്ടോ. ഒരു കാര്യമുണ്ട്, ഇതിന് ലൈറ്റ് വേണം കേട്ടോ. ലൈറ്റിന്റെ പ്രസൻസിലാണ് ഈ ഫോട്ടോസിന്തസിസ് ഹാപ്പൻ ചെയ്യുള്ളൂ. അതായത് ഇതിനെ ഇരുട്ടുമുറി കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ലൈറ്റിന്റെ പ്രസൻസിൽ, ലൈറ്റ് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു പ്രദേശത്താണെങ്കിൽ എലിക്ക് ജീവിക്കാൻ പറ്റും, മെഴുകുതിരി കെടുകയില്ല. അതുപോലെ തന്നെ എലിന്ന് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വഴി ചെടിക്ക് ആവശ്യത്തിനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ ചെടി ഫോട്ടോസിന്തസിസ് വഴി ഈ പറഞ്ഞ ഓക്സിജൻ ഉണ്ടാക്കി അതുവഴി എലിക്കും ജീവിക്കാം, കത്തുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം ഈ ഗ്യാസിനെ, അതായത് ഏത് ഗ്യാസ് ആണോ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത്, ഈ ഗ്യാസിനെ അദ്ദേഹം വിളിച്ചൊരു പേരുണ്ട്. ആ പേരാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് നീറ്റ് ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ഇത് എന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഡെഫ്ലോജിസ്റ്റിക്കേറ്റഡ് എയർ. ഡെഫ്ലോജിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ്, നമുക്ക് ലിമിറ്റ് പറയാൻ പറ്റില്ല, അത്രമാത്രം എയർ ആണ് ഈ ചെടിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അതിനാണ് ഡെഫ്ലോജിസ്റ്റിക്കേറ്റഡ് എയർ എന്ന് പറയാം. നമുക്ക് അതിനെ അളക്കാൻ പറ്റില്ല. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ പ്ലാന്റ് കേട്ടോ. ഓരോ പ്ലാന്റ്സും അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് എയർ ആണ് പുറത്തേക്ക് പുറന്തള്ളുന്നത് കേട്ടോ. അതിനാണ് ആ പേര്. ഇത് നീറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. ഇതിനെ പറ്റിയിട്ട് ടെക്സ്റ്റിൽ പറയുന്നില്ല. ഈ എക്സ്പെരിമെന്റ് മനസ്സിലായല്ലോ. ഈ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുന്ന് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇത് ഏത് ചെടിയാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം നീറ്റ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റ് എന്താണ്, എന്തെങ്കിലും പറഞ്ഞോ? പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്ത പ്ലാന്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. പല കുട്ടികൾക്കും എഴുതാൻ പറ്റിയിട്ടില്ല, പ്രത്യേകം നോട്ട് ചെയ്യാം. മിന്റ് പ്ലാന്റ് കേട്ടോ, മിന്റ്. ഇനി നെക്സ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് വരാം. അടുത്ത എക്സ്പെരിമെന്റ് ഇപ്പൊ പെട്ടെന്ന് എഴുതിയിട്ട് കേട്ടോ. ഡെഫ്ലോജിക്കേറ്റഡ് എയർ എന്നത് ഒരു ലൈൻ ഇടുക. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ എന്നാണ് അർത്ഥം കേട്ടോ. ഇനി അടുത്ത ഇതിലോട്ട് വരാം. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കട്ടെ. നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ആണ് ഇഞ്ചൻ ഹൗസിന്റെ എക്സ്പെരിമെന്റ് കേട്ടോ. ജാൻ ഇഞ്ചൻ ഹൗസിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞത് പേജ് നമ്പർ 207 അവസാനത്തെ പാരഗ്രാഫിലാണ് വരുന്നത്. അപ്പൊ ഇഞ്ചൻ ഹൗസ് 1730 to 1799. ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺലൈറ്റ് അത്യാവശ്യമാണ്. മനസ്സിലായോ? അപ്പൊ നേരത്തെ കണ്ട പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റിൽ തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ജാൻ ഇഞ്ചൻ ഹൗസിന്റെ എക്സ്പെരിമെന്റ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ലൈറ്റിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. കാരണം പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റ് സക്സസ് ആവണേന് ഒരു കാരണം ലൈറ്റ് ആണ്. ലൈറ്റ് അവൈലബിൾ ആയിരിക്കണം. എന്നാലാണ് ഈ പറഞ്ഞ പോലെ ഫോട്ടോസിന്തസിസ് നേരാവണ്ണം നടക്കുകയുള്ളൂ. പ്ലാന്റ്സിന് ഓക്സിജൻ പുറത്തോട്ട് വിടാനും അത് മറ്റേ എലിക്കും മറ്റേ മിന്റ് പ്ലാന്റിനും മിന്റ് പ്ലാന്റ് അല്ല കാൻഡിലിനും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ്
ജാൻ ഇഞ്ചൻ ഹൗസ് പറഞ്ഞത്. പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇഞ്ചൻ ഹൗസിന്റെ എക്സ്പെരിമെന്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഇതായിരുന്നു മെയിൻ ആയിട്ട്. ഇദ്ദേഹം ഒരു കുളത്തിന്റെ പക്കത്തേക്കൂടെ നടക്കുന്ന സമയത്ത് ബബിൾസ് കണ്ടു, ഇങ്ങനെ കൊമള പോലെ വരണ കണ്ടു ആ കുളത്തിന്റെ ഉള്ളിൽ. അപ്പൊ അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി എന്താ അത് ഓക്സിജൻ ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് മാത്രമല്ല രാത്രി ഈ ഓക്സിജൻ ഉണ്ടാവുകയില്ല. കാരണം എന്താ, രാത്രി പ്ലാന്റ്സ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് എബിലിറ്റി ഇല്ലല്ലോ. പ്ലാന്റ്സ് അധികം ഫോട്ടോസിന്തസിസ് ചെയ്യില്ല ഡാർക്ക് ടൈമിൽ. അപ്പൊ ലൈറ്റിന്റെ സമയത്ത് രാവിലെയാണ് ഇതുപോലെ ബബിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. നമുക്കായാലും കാണാം, നമ്മുടെ തോട്ടിലും കുളത്തിലൊക്കെ ഇതുപോലെ ബബിൾസ് ആയിട്ട് ഫോം ചെയ്യാറുണ്ട്. അത് മെയിൻ ആയിട്ടും ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ബബിൾസ് ആണ്. കാരണം ഈ വെള്ളത്തിന്റെ അടിയിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ അല്ലെ, കരയിൽ മാത്രമല്ലല്ലോ, ഈ മറ്റേ പറഞ്ഞ ഈ വാട്ടർ ബോഡീസിലുണ്ടല്ലേ പ്ലാന്റ്സ്. അപ്പൊ അവര് ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് അവര് ഫോട്ടോസിന്തസിസ് ചെയ്ത്, അല്ലെ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ അല്ല കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് അവര് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ബബിൾസ് രൂപത്തിലാണ് പുറത്തോട്ട് അവര് വിടുക. അപ്പൊ ഇതാണ്, അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിലാണ് ഇത് ഹാപ്പൻ ചെയ്യുള്ളൂ എന്ന് ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ലൈറ്റ് നിർബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളാം. 2 പേരായി പഠിക്കണു. ഒന്ന് ആദ്യം പറഞ്ഞ ആള് ഈ പറഞ്ഞ പ്രീസ്ലി, രണ്ടാമത്തെ ജാൻ ഇഞ്ചൻ ഹൗസ് കേട്ടോ. ഈ 2 ആൾക്കാരുടെ പേരും പ്രത്യേകം പഠിക്കുക. പേജ് നമ്പർ 207 കഴിഞ്ഞു. അടുത്ത പേജ് എടുക്കൂ, പേജ് നമ്പർ 208. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറയണത്? കുറച്ച് സ്പീഡിൽ പോകും കേട്ടോ, കാരണം നമുക്ക് വേഗം തീർക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ആളാണ് ജൂലിയസ് വോൺ സാക്സ്. അടുത്ത ആൾ. അപ്പൊ അദ്ദേഹം 1854 കേട്ടോ. അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഫോം ചെയ്യിക്കുന്നുണ്ട് അല്ലെ. പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് ഫോം ചെയ്യിക്കുന്നുണ്ട്. അതായത് ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. അതിനെ പിന്നീട് സ്റ്റാർച്ച് ഫോമിലാണ് ഇവര് സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഒരു ഓർഗനൽ ഉണ്ട് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനലില് ക്ലോറോഫില്ല് പിഗ്മെന്റ് ആണ് അല്ലെ. ക്ലോറോഫിൽ പിഗ്മെന്റ്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബോഡീസ്, ആ ഓർഗനലിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെ. എല്ലാ പ്ലാന്റ്സിലും കാണാം ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. പ്ലാസ്റ്റിഡ്സ് ആണ് അല്ലെ. പ്ലാസ്റ്റിഡ്സിൽ ഗ്രീൻ പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. അതിന്റെ അകത്തുള്ള പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ പിഗ്മെന്റ് അല്ലെ. പ്ലാന്റ്സിലെ എവിടെയൊക്കെ പച്ച കളർ ഉണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട്. ഏത് പ്രോസസ് വഴി? ഫോട്ടോസിന്തസിസ്. ഈ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പേജ് നമ്പർ 208 ഫസ്റ്റ് പാരഗ്രാഫ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. 3 പേരുടെ പേരായി പഠിച്ചു. ഏതൊക്കെയാണ്? പ്രീസ്ലി, പിന്നെ ആരാണ് പഠിച്ചത്? നെക്സ്റ്റ് ആളുടെ പേരാണ് ഇഞ്ചൻ ഹൗസ്, മൂന്നാമത്തെ ആളുടെ പേര് ജൂലിയസ് വോൺ സാക്സ്. ഇനി 4ാമത്തെ ആളാണ് TW ഏഞ്ചൽമാൻ കേട്ടോ. TW ഏഞ്ചൽമാൻ. ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏഞ്ചൽമാന്റെ എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാൽ ഇതാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, പ്രിസം എടുത്തു. പ്രിസം എല്ലാവർക്കും അറിയാലോ. പ്രിസം എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് കടത്തി വിട്ടു. ലൈറ്റ് കടത്തി വിട്ട് നിങ്ങൾക്ക് അറിയാലോ, അത് ബിബ്ജർ ആയിട്ട് അല്ലെ, മറ്റേ ഭാഗത്ത് ഇങ്ങനെ 7 നിറങ്ങളായിട്ട് ഫോം ചെയ്യും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. ഇനി അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേയിൽ, ഒരു പെട്രി ഡിഷിന്റെ അകത്ത് ക്ലാഡോഫോറ എന്ന് പറഞ്ഞ ഗ്രീൻ ആൽഗ, ക്ലോറോഫൈസിൽ വരുന്ന ഒരു ഗ്രീൻ ആൽഗയാണ് അല്ലെ ക്ലാഡോഫോറ. ഈ ക്ലാഡോഫോറ അദ്ദേഹം വളർത്തി കേട്ടോ. ക്ലാഡോഫോറ ഒരു പെട്രി ഡിഷിൽ അദ്ദേഹം വളർത്തിയിട്ട് ക്ലാഡോഫോറയുടെ മോളില് അദ്ദേഹം കുറച്ച് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എയറോഫിലിക് ബാക്ടീരിയ, എയർ ലവിങ് അല്ലെങ്കിൽ ഓക്സിജൻ ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയം അതിന്റെ മുകളിൽ ഇട്ടു, ഈ ആൽഗയുടെ മുകളിൽ. എന്നിട്ട് ആ പെട്രി ഡിഷ് ഇദ്ദേഹം ഇതിന്റെ നേർക്ക് വെച്ചു. ഈ 7 നിറങ്ങളായിട്ട് വന്ന് വീഴുന്നില്ലേ, അതിന്റെ അടുത്ത് ഈ ക്ലാഡോഫോറ വിത്ത് ഈ എയർ ലവിങ് ബാക്ടീരിയ അദ്ദേഹം ഒരു പെട്രി ഡിഷിനകത്ത് ഇതുമലേക്ക് വീഴാൻ പാകത്തിന്, ഈ ലൈറ്റ് റേസ് ഉണ്ടല്ലോ, ഈ പല പല വേവ് ലെങ്തിലുള്ള ഈ കളേഴ്സ് വീഴാൻ പാകത്തിന് അദ്ദേഹം ഇങ്ങനെ ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ സെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലറ്റ് റീജിയണും റെഡ് റീജിയണും കണ്ടോ അല്ലെ. വയലറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ റീജിയണും റെഡ് റീജിയണിന്റെ അവിടെ കുറെ ബാക്ടീരിയകൾ ഇങ്ങനെ അക്യുമുലേഷൻ കണ്ടു. ഈ നമ്മൾ പഞ്ചസാര ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് അതിന്റെ പൊടികൾ താഴെ വീഴുമ്പോൾ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യാറില്ലേ, അതേമാതിരി. അങ്ങനെ ആദ്യം ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കായിരുന്നു ബാക്ടീരിയ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ബാക്ടീരിയ രണ്ടും ചില ഭാഗങ്ങളിലേക്ക് മാത്രമായിട്ട് അക്യുമുലേഷൻ ചെയ്യാനായിട്ട് കണ്ടു. ചില ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ ഒരു ബൾജായിട്ട് ഇങ്ങനെ ഫോം ചെയ്യണ കണ്ടു. അപ്പൊ ഇതിൽ നിന്ന് അദ്ദേഹം എന്താ മനസ്സിലാക്കിയെന്ന് മനസ്സിലായോ? എന്താണ്? ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ഓക്സിജൻ ഫോം ചെയ്യുക. ഇത് ക്ലാഡോഫോറ ഫോട്ടോസിന്തസിസ് വഴി ഈ ലൈറ്റ് കിട്ടുമ്പോൾ ക്ലാഡോഫോറ ഫോട്ടോസിന്തസിസ് ചെയ്യും അല്ലെ. ഇതൊരു ആൽഗയല്ലേ, ഗ്രീൻ ആൽഗയല്ലേ. അപ്പൊ ഈ ആൽഗയിലും ആരുണ്ട്? ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട്. ആ ഓക്സിജൻ ഫോം ചെയ്യുന്നത് ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ. ഏത് ഭാഗങ്ങളില്? ബ്ലൂവിലും റെഡിലും.
അപ്പൊ ഓക്സിജൻ ഈ ഭാഗത്ത് കൂടുതൽ ഉള്ളതുകൊണ്ട് ഈ ഓക്സിജൻ ലവിങ് ആയിട്ടുള്ള ഈ ബാക്ടീരിയകൾ ഈ ഭാഗത്താണ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുക. കണ്ടോ? മനസ്സിലായോ? ഇതാണ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അല്ലെ? ലൈറ്റിന്റെ ആ സ്പെക്ട്രം അല്ലെ, ആക്ഷൻ സ്പെക്ട്രം. അപ്പൊ ലൈറ്റിന് ആ ഒരു 7 കളർ ഉണ്ടെങ്കിലും എല്ലാ കളറിലും ഒരേപോലെയല്ല. ബ്ലൂയിലും റെഡിലുമാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി അല്ലെ. ആ ബ്ലൂ റീജിയൻ ആൻഡ് റെഡ് റീജിയനിലാണ് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി കൂടുതൽ. മനസ്സിലായോ? എല്ലാ നിറവും ഇമ്പോർട്ടന്റ് ആണെങ്കിലും ബ്ലൂവിലും റെഡിലും ആണ് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി കൂടുതൽ. മനസ്സിലായോ? അപ്പൊ ഇതിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ ഏഞ്ചൽമാൻ, TW ഏഞ്ചൽമാൻ. മനസ്സിലായോ? അതാണ് ഈ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. ഹി ഒബ്സർവ്ഡ് ദാറ്റ് ബാക്ടീരിയ അക്യുമുലേറ്റഡ് മെയിൻലി ഇൻ ദ റീജിയൻ ഓഫ് ദ ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ്. മനസ്സിലായോ? ആ സ്പെക്ട്രം സ്പ്ലിറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ എക്സ്പെരിമെന്റ് ഒക്കെ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഏത് സ്പെക്ട്രം അല്ലെ, ഏത് വേവ് ലെങ്തിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് ഹാപ്പൻ ചെയ്യുന്നത് കണ്ടുപിടിക്കാനും കൂടെ ആയിരുന്നു അവർ ചെയ്തത്. അപ്പൊ മനസ്സിലായി, ബ്ലൂ വേവ് ലെങ്ത് ഉള്ള റീജിയനിലും റെഡ് വേവ് ലെങ്ത് ഉള്ള റീജിയനിലുമാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് ഹാപ്പൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തോട്ട് വന്നതും അതുകൊണ്ട് തന്നെ ബാക്ടീരിയകൾ അക്യുമുലേറ്റ് ചെയ്തത് ആ ഭാഗത്തുമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. മനസ്സിലായി? അതുപോലെ തന്നെ ഹി ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആക്ഷൻ സ്പെക്ട്രം. നോക്കൂ, ഇവിടെ ഈ ലൈൻ അണ്ടർലൈൻ ചെയ്തോ, ടെക്സ്റ്റിലുണ്ട്. ആ ടെക്സ്റ്റിലെ പേജ് നമ്പർ 208 സെക്കൻഡ് പാരഗ്രാഫിൽ അവസാനത്തെ ലൈൻ അതാ പറയണേ. ദ ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം, ഞാൻ ടെക്സ്റ്റിലെ ലൈനെ വായിക്കണം കേട്ടോ. ദ ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ദ ഫോട്ടോസിന്തസിസ് വാസ് ദസ് ഡിസ്ക്രൈബ്ഡ്. എന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ, ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ TW ഏഞ്ചൽമാൻ. കേട്ടോ? ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണത്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണോ എല്ലാവർക്കും? അദ്ദേഹം യൂസ് ചെയ്ത ആൽഗ ഏതാണ്? ക്ലാഡോഫോറ. കേട്ടോ? ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് സ്പൈറലിനെയാണ്, അതുകൊണ്ടാണ് സ്പൈറൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് കാണിച്ചേക്കുന്നത്. കേട്ടോ? ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് സ്പൈറലിനെയാണ്, ക്ലാഡോഫോറ അല്ല. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റുകൾ പഠിച്ചാൽ മതി. ആ ക്ലാഡോഫോറ എന്ന് എഴുതിയേക്കുന്നത് ഒന്ന് ഒരു സർക്കിൾ ഇട്ട് വയ്ക്കുക, ഒരു ഹൈലൈറ്റ് എന്തെങ്കിലും ചെയ്യാം. ക്ലാഡോഫോറ മൂന്നാമത്തെ ലൈനിൽ ക്ലാഡോഫോറ ഉണ്ട്. ആ പാരഗ്രാഫിൽ തന്നെ മൂന്നാമത്തെ ലൈനിൽ ക്ലാഡോഫോറ, ഗ്രീൻ ആൽഗെ. കേട്ടോ? എയറോബിക് ബാക്ടീരിയ ആണ് യൂസ് ചെയ്തത്. കേട്ടോ? ആ പോയിന്റ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അതോടുകൂടി ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ആരുടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ വാൻ നീൽ. വാൻ നീൽ എന്ന് പറഞ്ഞ ആളുടെ എക്സ്പെരിമെന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ പറയാ, അല്ല ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്തത് പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇദ്ദേഹം ചെയ്തത്. കേട്ടോ? പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയ ആണ് ഇദ്ദേഹം യൂസ് ചെയ്തത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യൂ. ആ ഒരു കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2 എന്നൊക്കെ എഴുതിയിട്ടില്ലേ, ആ ഒരു ഇക്വേഷന്റെ താഴത്തെ ആ പാരഗ്രാഫിലാണ് ഞാൻ വായിക്കുന്നത്. കേട്ടോ? കോർണീലിയസ് വാൻ നീൽ ഇദ്ദേഹം യൂസ് ചെയ്തത് പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയ. കേട്ടോ? അപ്പൊ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞത് ലൈറ്റ് നിർബന്ധമായിട്ടും ആവശ്യമുള്ളൊരു റിയാക്ഷൻ ആണ്. ആ ലൈറ്റ് കിട്ടുമ്പോ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റ് ആവും. മനസ്സിലായോ? വാട്ടർ ഇപ്പൊ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേരുകൾ വലിച്ചെടുത്ത വാട്ടർ. മനസ്സിലായോ? വേരുകൾ വലിച്ചെടുത്ത വാട്ടർ ഈ പറഞ്ഞ സൈലം വഴി ഇലകളിലോട്ട് പോയി അല്ലെ, എല്ലായിടത്തും കൊണ്ടുചെന്ന് എത്തിക്കും അല്ലെ ഈ വെള്ളം. അങ്ങനെ സൈലത്തിലോട്ട് ഈ വാട്ടർ ചെന്നു. അതിനുശേഷം എന്താ, ലൈറ്റിന്റെ പ്രസൻസിൽ ഈ വാട്ടർ സ്പ്ലിറ്റ് ആവുകയാണ് അല്ലെ, വാട്ടർ സ്പ്ലിറ്റിംഗ് ഹാപ്പൻ ചെയ്യും. അങ്ങനെ വാട്ടർ സ്പ്ലിറ്റിംഗ് ഹാപ്പൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വാട്ടർ സ്പ്ലിറ്റിംഗ് വരുമ്പോ എന്താ പറ്റുക? മറ്റേ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഓക്സിജൻ ആറ്റം ഒക്കെ ഫോം ചെയ്യും അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഫോം ചെയ്ത അല്ലെ വാട്ടർ ആണ് ഹെൽപ്പ് ചെയ്യുക അല്ലെ. ഹൈഡ്രജൻ ഫ്രം എ സ്യൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് റെഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. കണ്ടോ? ആ ലൈൻ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ആ താഴത്തെ ആ 1, 2, 3 ആ 4ാമത്തെ പാരഗ്രാഫ് കോർണീലിയസ് വാൻ നീൽ എന്നൊക്കെ എഴുതിയിട്ടില്ലേ, ആ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈൻ ഒന്ന് വായിച്ചു നോക്കുക. കേട്ടോ? ആ ഹൈഡ്രജൻ H അല്ലെ, H+ അയോൺസ് അല്ലെ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ അയോൺസ് റിലീസ് ആവുന്നുണ്ട്. ഈ H+ അയോൺസ് ആണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുക, കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. കേട്ടോ? പ്ലാന്റ്സ് കഷ്ടപ്പെട്ട് കാർബൺ ഡയോക്സൈഡ് അകത്തോട്ട് കയറുന്നുണ്ടല്ലോ, ആ കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ആരാക്കി മാറ്റും? കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോർമുല എന്താ? CHO എന്നല്ലേ അല്ലെ. CO2 ആരായി മാറി? CHO. CHO എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ്, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലെ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കാർബോഹൈഡ്രേറ്റ്സ് ആവാനായിട്ട് ആ H എവിടെന്നാ വന്നേന്നാ ചോദിക്കണേ. CHOന്റെ ആ H എവിടെന്നാ വന്നേക്കണേ? വാട്ടറിൽ നിന്നാണ് വന്നേക്കണത്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും അല്ല. വാട്ടർ ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റിംഗ് ചെയ്തിട്ട് ഫോം ചെയ്ത ഹൈഡ്രജൻ ആണ് ഈ പറഞ്ഞ മറ്റേ കാർബോഹൈഡ്രേറ്റ്സിന്. ആ H വന്നേക്കുന്നത് വാട്ടറിൽ നിന്നാണ്.
വാട്ടറിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അർത്ഥം കേട്ടോ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കൂ, ഹൈഡ്രജൻ ഫ്രം ദ വാട്ടർ റെഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റുന്ന ഒരു റിഡക്ഷൻ പ്രോസസ് ആണ് അല്ലേ. 6CO2 + 6H2O gives C6H12O6 എന്നൊക്കെ അല്ലേ പഠിച്ചേക്കണേ ഇക്വേഷൻ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കാർബോഹൈഡ്രേറ്റ്സ് ആക്കി റെഡ്യൂസ്ഡ് ആവുകയാണ്. ആ റിഡക്ഷന് ഹെൽപ്പ് ചെയ്ത് വാട്ടർ സ്പ്ലിറ്റിംഗിൽ നിന്ന് പോയേക്കുന്ന ഹൈഡ്രജൻ ആണ്. അതാണ് ഈ കാർബോഹൈഡ്രേറ്റ്സിലെ H കേട്ടോ. അപ്പൊ പിന്നെ എഴുതിയിട്ടുണ്ട് ഹി കൺക്ലൂഡഡ് ദാറ്റ് ഓക്സിജൻ കംസ് ഫ്രം വാട്ടർ ആൻഡ് നോട്ട് ഫ്രം കാർബൺ ഡയോക്സൈഡ്. പണ്ട് കാലത്ത് അതാ വിചാരിച്ചുകൊണ്ടിരുന്നേ. ഈ ഓക്സിജൻ, ഈ ചെടികൾ പുറന്തള്ളുന്ന ഓക്സിജൻ എവിടെന്നാ വന്നേക്കണേ? വാട്ടറിൽ നിന്ന് തന്നെയാണ്. വാട്ടർ ആണ് ഇവിടുത്തെ നായകൻ. മനസ്സിലോ? വാട്ടറിൽ നിന്നാണ്. ഹൈഡ്രജൻ ആണെങ്കിലും അതായത് കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കാനുള്ള ഹൈഡ്രജൻ വന്നേക്കുന്നത് വാട്ടറിൽ നിന്നാണ്. പ്ലാന്റ്സ് പുറന്തള്ളുന്ന ഓക്സിജൻ അതും എവിടെന്നാ? ആ H2O ഓയാണത് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ആ പോയിന്റ്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത ഓർഗാനിസ് ആണ് പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയ, ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഒന്ന് നോട്ട് ചെയ്യൂ. ആ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. പർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. അപ്പൊ പർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയക്ക് വെള്ളം വേണ്ട. ഈ ബാക്ടീരിയ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. H2S ആണ് ഈ ബാക്ടീരിയ യൂസ് ചെയ്യുക. അപ്പൊ ഈ ബാക്ടീരിയയില് ഈ ഹൈഡ്രജൻ അല്ലെ, ഈ ഹൈഡ്രജൻ വച്ചിട്ടാണ് ഈ ബാക്ടീരിയ എടുക്കുന്നത്. മനസ്സിലായി? H2S ആണ് ഈ ബാക്ടീരിയ യൂസ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് പ്രോഡക്റ്റ് എന്താണ്? സൾഫർ ഓർ സൾഫേറ്റ് ഉണ്ടോ. അപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ഓക്സിജൻ അല്ലേ പുറത്ത് വരിക, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. പ്ലാന്റ്സിന് കിട്ടുന്നതാണ്. ഓക്സിജൻ പുറത്തോട്ട് വന്നു, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഈ പർപ്പിൾ ഗ്രീൻ സൾഫർ ബാക്ടീരിയക്ക് H2S ആണ്. H2O ആണ് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫർ കോമ്പൗണ്ട്സ് ആണ്. അവിടെ ഓക്സിജനും ഒന്നും ഫോം ചെയ്യുന്നില്ല അല്ലെ. ഓക്സിജൻ ആയിട്ട് ഫോം ചെയ്തില്ല. ഇവിടെ ഫോം ചെയ്ത ഏതാണ്? സൾഫർ അല്ലെങ്കിൽ സൾഫേറ്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്തത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് വാട്ടർ ആണ് പ്ലാന്റ്സിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് കേട്ടോ. വാട്ടർ ഈസ് എ മെയിൻ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ഫോർ പ്ലാന്റ്സ് കേട്ടോ. ആ പോയിന്റ് പ്രത്യേകം പഠിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. വാൻ നീലിന്റെ എക്സ്പെരിമെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ അതോടുകൂടി ഏതാണ്ട് പേജ് നമ്പർ 208 209 ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളും കഴിഞ്ഞു. അപ്പൊ ഇത്ര മനസ്സിലായോ? ഏർലി എക്സ്പെരിമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റ്, ഇഞ്ചൻഹൗസിന്റെ എക്സ്പെരിമെന്റ്, ജാൻ ഇഞ്ചൻഹൗസിന്റെ എക്സ്പെരിമെന്റ്, ജൂലിയസ് വോൺ സാക്സിന്റെ എക്സ്പെരിമെന്റ്, പിന്നെ ആരുടെയാണ്? കോർണീലിയസ് വാൻ നീൽ അല്ലെ. കോർണീലിയസ് വാൻ നീൽ. ഇങ്ങനത്തെ ഇത്രയും എക്സ്പെരിമെന്റ്സ് കറക്റ്റായിട്ട് പഠിച്ചു പോവാം കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ അടുത്ത സെക്ഷനിലോട്ട്. അപ്പൊ നമ്മൾ ഇത്ര കഥയും ചരിത്രമൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ ഇന്ന് ഇത് എവിടെയാണ് നടക്കണേ? ഈ പരിപാടി എവിടെ നടക്കണേ? അതാണെങ്കിൽ നെക്സ്റ്റ് സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. എല്ലാവർക്കും എടുത്ത അത്രയും മനസ്സിലായോ? ചെറുതായിട്ടെങ്കിലും മനസ്സിലായി. ആ, ഇനി നെക്സ്റ്റിലേക്ക് വരികയാണ്. എവിടെയാണ് ഈ പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുക കേട്ടോ. നോക്കാം. ഇവിടെയാണ് ഹാപ്പൻ ചെയ്യുക. ഇലകളിൽ ഞാൻ പറഞ്ഞു ഗ്രീൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എല്ലായിടത്തും ഹാപ്പൻ ചെയ്യും. പ്രത്യേകിച്ചും ഇലകളിലാണ് നടക്കുക. ഇലകളിൽ എവിടെ? ഇലകളിൽ മീസോഫിലാണ് കേട്ടോ. മീസോഫിലിൽ ഇലകളുടെ ആ ഒരു ലീഫ് എപ്പിഡർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താഴെ ക്യൂട്ടിക്കിൾ ഉണ്ട്, എപ്പിഡർമിസ് ഉണ്ട്. അതിന് താഴെയുള്ള മീസോഫിൽ ലെയർ അല്ലെ. മീസോഫിൽ ലെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. മറ്റേ പാലിസൈഡ് പാരങ്കൈമ, സ്പോഞ്ചി പാരങ്കൈമ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അനാട്ടമിയിൽ കണ്ടുല്ലോ. ഇവിടെ എവിടെ? അപ്പൊ ഈ മീസോഫിൽ സെല്ലുകളിൽ പ്രത്യേകിച്ച് ഒരെണ്ണത്തിന് എടുത്ത് കാണിച്ചേക്കും. ഒരു ആരോ കണ്ടോ? മീസോഫിൽ സെല്ലുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ. ആ ക്ലോറോപ്ലാസ്റ്റിനെ എടുത്തേക്കാണ്. ആ ഒരു സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. ആ സെല്ലിനെ എടുത്തേക്കാണ്. ആ സെല്ലിന്റെ അകത്ത് ക്ലോറോപ്ലാസ്റ്റിനെ പുറത്തോട്ട് എടുത്തു. ഇതില് എവിടെയെന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റില് തൈലക്കോയിഡ് കാണാം നിങ്ങൾക്ക് അല്ലെ. തൈലക്കോയിഡ് ഉണ്ട്, സ്ട്രോമയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഈ ഹാപ്പൻ ചെയ്യണം. ഇവിടെയാണ് സ്ഥലം. അപ്പൊ നമ്മൾ പറയില്ലേ കേരളത്തിൽ എവിടെ? എറണാകുളത്ത് എവിടെ എന്നൊക്കെ ചോദിക്കില്ലേ? എടപ്പള്ളിയിൽ എവിടെ? ചേരനല്ലൂർ എന്നൊക്കെ പറയില്ല. അതുപോലത്തെ ഒരു പരിപാടി കേട്ടോ. ലീഫിൽ മീസോഫിൽ സെല്ല് ക്ലോറോപ്ലാസ്റ്റില് ആ പറഞ്ഞ ഗ്രാനയിലും സ്ട്രോമയിലൊക്കെയാണ് അല്ലെ. ആ പറഞ്ഞ ഏരിയസിലാണ് ഇത് ഹാപ്പൻ ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ പഠിക്കാനുണ്ട്. ഇപ്പൊ പറയുന്നത് പേജ് ഗ്രാഫിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അതിന്റെ പറയാം. ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ കാര്യമായിട്ട് ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ. എന്നാലും ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാം. ഇവിടെ ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണല്ലേ. ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട് കണ്ടോ. ഔട്ടർ മെംബ്രെയിനും കാണാം, ഇന്നർ മെംബ്രെയിനും കാണാം, പിന്നെ ഇതിന്റെ ഇടയിലുള്ള സ്പേസ്
കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, DNA ഉണ്ട് കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് സ്വന്തമായിട്ട് DNA ഉണ്ട്. പിന്നെ ഇതുപോലെ സ്ട്രക്ചർ കാണാം. ലാമെല്ല ആയിട്ടുള്ള ലാമെല്ല, ഇതിനെ ഗ്രാന ലാമെല്ല എന്ന് പറയും കേട്ടോ. സോറി, ഇത് മറ്റേ ഗ്രാനം എന്ന് പറയും. മൊത്തത്തിൽ അടുക്കിന് പറയും. ഇതിന്റെ ഓരോന്നിനെ നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയാം കേട്ടോ. ഈ ലാമെല്ലാർ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ മെമ്പറൈൻ ബൗണ്ട് ആയിട്ടുള്ള ചെറിയ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡിന്റെ ആ ഒരു അടുക്കിനെയാണ്, സ്റ്റാക്കിനെയാണ്. അപ്പൊ നമ്മൾ കോയിൻസ് ഒക്കെ അടുക്കി വെക്കില്ലേ, ആ ഒരു അടുക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പറഞ്ഞ ഗ്രാനം എന്നാണ് പറയാ കേട്ടോ. ലാമെല്ലയുടെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ അടുക്കിനെയാണ് ഗ്രാനം എന്ന് പറയുക. ഓരോന്നിനെ പറഞ്ഞ പേര് തൈലക്കോയിഡ് എന്നാണ്. അപ്പൊ ഈ ഭാഗത്താണ്, ഈ തൈലക്കോയിഡിന്റെ ഈ മെമ്പറൈനിലാണ് ഈ പറഞ്ഞ ലൈറ്റ് റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുക. ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ, രണ്ട് തരം റിയാക്ഷൻ ഉണ്ടെന്ന് അറിയാലോ. ലൈറ്റ് റിയാക്ഷൻ ലൈറ്റിന്റെ പ്രസൻസിലും, ഡാർക്ക് റിയാക്ഷന് ഇൻഡിപെൻഡന്റ് ആണ്. ലൈറ്റ് വേണ്ട, ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുക. പിന്നെ DNA ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കാണാം, ഫുഡിനെ സ്റ്റാർച്ച് ഗ്രെയിൻ രൂപത്തിൽ സ്റ്റോർ ചെയ്തേക്കാണ്. പിന്നെ മഞ്ഞ കളറിൽ വരച്ചേക്കണുണ്ടോ, ഈ ഭാഗമാണ് സ്ട്രോമ കേട്ടോ. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സ്ട്രോമ. ഒരു സെമി സോളിഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും എൻസൈംസും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ സ്ട്രോമ കേട്ടോ. ഇവിടെ ധാരാളം എൻസൈമുകൾ ഉണ്ട്, പ്രത്യേകിച്ച് റുബിസ്കോ എന്ന് പറഞ്ഞൊരു എൻസൈം. റുബിസ്കോ, RUBISCO, റുബിസ്കോ. ഇത് ഏറ്റവും ഈ ലോകത്തുള്ള ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ വേൾഡ് ആണ് റുബിസ്കോ. ഈ റുബിസ്കോ ഈ സ്ട്രോമയിൽ ഇഷ്ടംമാതിരി കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും സ്ട്രക്ചേഴ്സ് കാണാം. പിന്നെ രണ്ട് ഗ്രാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വടി പോലെ ഉണ്ടോ ഇവിടെ, ഇതിനാണ് ഗ്രാനാ ലാമെല്ല കേട്ടോ. ഗ്രാനാ ലാമെല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രെറ്റ് ബ്രെയിൻ എന്ന് പറയും കേട്ടോ. ഗ്രാനാ ലാമെല്ല അല്ലെങ്കിൽ ഫ്രെറ്റ് മെംബ്രെയിൻ എന്ന് പറയും കേട്ടോ. ഈ വടി പോലെ രണ്ട് ഗ്രാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ലാമെല്ലാർ സ്ട്രക്ചർ ആണ് കേട്ടോ. പിന്നെയാണ് ഒരു ക്ലോറോ സ്ട്രക്ചർ അതിൽ കുറച്ചുകൂടി ചേച്ചി പറയും കേട്ടോ. പിന്നെ തൽക്കാലത്തേക്ക് വേണ്ടി കാണിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോ നെക്സ്റ്റിലേക്ക് പറയുകയാണ്, ഇത് എവിടെ നടക്കണേന്ന് ഗ്രാനയിലും സ്ട്രോമയിലൊക്കെ നടക്കണേന്ന് പറഞ്ഞല്ലേ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചർ ആണ് ഗ്രാനയും സ്ട്രോമയും. ഇപ്പൊ സ്ട്രോമ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിൽ നേരത്തെ കാണിച്ചുല്ലോ, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള മാട്രിക്സ് അതാണ് സ്ട്രോമ. ഗ്രാന എന്ന് പറഞ്ഞാൽ ഈ അടുക്ക് അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുക അല്ലെ. ഇവിടെ ആരോ മൂജിയാണുണ്ടോ, ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുക. സ്ട്രോമയിൽ ഈ ലൈറ്റ് പച്ച കണ്ടോ, ഈ സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുക. അപ്പൊ ലൈറ്റ് റിയാക്ഷന് ലൈറ്റ് നിർബന്ധമായിട്ട് വേണം, ഡാർക്ക് റിയാക്ഷന് ലൈറ്റ് വേണമെന്നില്ല. ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ആണ്. അതായത് ഒന്നുകൂടെ പറയാം, ലൈറ്റ് റിയാക്ഷനിൽ, അതായത് ഗ്രാനയിൽ നടക്കുന്ന ലൈറ്റ് റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുക. മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് കാശുണ്ടാക്കിയെന്ന് വിചാരിക്കുക, ജോലിക്ക് പോയി കാശുണ്ടാക്കി. ആ കാശ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, അരി മേടിക്കും വീട്ടിലേക്ക്, അരി പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടില് സന്തോഷമായിട്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കി കഴിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കഷ്ടപ്പെട്ട് ഓരോ പ്രോഡക്ട്സ് ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാക്കും. ആ ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്ട്സ് വെച്ച് ഡാർക്ക് റിയാക്ഷൻ നടത്തും. മനസ്സിലായോ? ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്ട്സ് ആണ് ഡാർക്ക് റിയാക്ഷന് ഉപയോഗിക്കുക. ഏതിനു വേണ്ടിയിട്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യിക്കുന്നത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്ട്സ് ആണ് ഇവർ ഉപയോഗിക്കുക കേട്ടോ. ഇതിന് ലൈറ്റ് വേണമെന്നില്ല. ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ആണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ആവശ്യമുള്ള പിഗ്മെന്റുകളാണല്ലോ. പിഗ്മെന്റുകളെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിഗ്മെന്റുകൾ ഒരു ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് മെയിൻ ആയിട്ടും. ക്ലോറോഫിൽ A, B അങ്ങനത്തെ കുറെ പിഗ്മെന്റ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ആക്സസറി പിഗ്മെന്റ്, സഹായികൾ അല്ലെ. ക്ലോറോഫിൽ എയും ബിയും സഹായിക രണ്ട് പിഗ്മെന്റുകൾ കൂടെ ഉണ്ട് അല്ലെ, ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയാം. അതിൽ വരുന്നതാണ് സാന്തോഫിലും കരോട്ടീനും കേട്ടോ. നമുക്ക് നോക്കാം. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു വൈറ്റ് ലൈറ്റിൽ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിലെ ചില വേവ് ലെങ്ത് മാത്രമാണ്. എല്ലാ പിഗ്മെന്റ്സും എല്ലാ വേവ് ലെങ്തും അബ്സോർബ് ചെയ്യില്ല. അവരിതിന് ഓരോ സ്പെഷ്യലൈസിംഗ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചിലർ ഡെർമറ്റോളജി ആയിരിക്കും, ചില ആൻഡ്രോളജി ആയിരിക്കും അല്ലെ, ചിലത് ഗൈനക്കോളജി ആയിരിക്കും അല്ലെ. അവരിതിന് സ്പെഷ്യലൈസിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഓരോ പിഗ്മെന്റുകളും ചില പ്രത്യേക വേവ് ലെങ്തിനെ മാത്രമാണ് അബ്സോർബ് ചെയ്യുള്ളൂ. എല്ലാത്തിനും ഒരുമിച്ച് അബ്സോർബ് ചെയ്യില്ല. മനസ്സിലായി? ദേ വിൽ അബ്സോർബ് സർട്ടൺ വേവ് ലെങ്ത് ഓഫ് ദ വിസിബിൾ ലൈറ്റ്. മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റുകളാണ് ക്ലോറോഫിലും കരോട്ടിനോയിഡും. മെയിൻ ആയിട്ടുള്ള രണ്ട് പിഗ്മെന്റുകളാണ് ക്ലോറോഫിലും കരോട്ടിനോയിഡും. ക്ലോറോഫിൽ തന്നെ കുറെ ഉണ്ട്. ക്ലോറോഫിൽ A, B, C, D നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെ. റെഡ് ആൽഗയിലൊക്കെ D ഉണ്ട്. ക്ലോറോഫിൽ Dയും Aയും ആണ് റെഡ് ആൽഗയിൽ.
പിന്നെ ക്ലോറോഫിൽ എയും ബിയും ആണ് ഗ്രീൻ ആൽഗയില് അല്ലെ, ബ്രൗൺ ആൽഗയില് ക്ലോറോഫിൽ എയും സിയും ആണ് അല്ലെ, പഠിച്ചിട്ടില്ലേ അതൊക്കെ. അപ്പൊ ഇതാണ് പലതരം പിഗ്മെന്റുകളുണ്ട്, അത് ഓരോ പ്ലാന്റ്സിനും നിറത്തിനനുസരിച്ച് ഉണ്ടാവും, പിഗ്മെന്റുകളുടെ വ്യത്യാസം വരാറുണ്ട് കേട്ടോ. അപ്പൊ ക്ലോറോഫിൽ എ നോക്കാം, ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആണ് കളർ കേട്ടോ. ക്ലോറോഫിൽ എയുടെ കളർ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ കേട്ടോ. അവിടെ ഞാൻ ഇപ്പൊ പറയുന്നത് പേജ് നമ്പർ 210 എടുക്കൂ. പേജ് നമ്പർ 210 ആ ബോൾഡ് ആയിട്ട് എഴുതിയ ഭാഗമില്ലേ, ഹൗ മെനി പിഗ്മെന്റ്സ് ആർ ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ് എന്നൊരു ഹെഡിങ് ഉണ്ടോ നിങ്ങൾ? 210 എത്തിയിട്ടോ നമ്മള്. അപ്പൊ ആ ഭാഗത്താണ്, ആ പാരഗ്രാഫിന്റെ പറ്റിയിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലോറോഫിൽ എ, അപ്പൊ ചോദിക്കാറുണ്ട് നോട്ട് ചെയ്യാ ബ്ലൂ ഓർ ബ്ലൂ റൈറ്റ് ഓർ കളറിലാണ് കാണാറ്. ചീറ്റാണ് ക്ലോറോഫിൽ. ഇത് നീറ്റ് ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ, ഈ പോയിന്റ് നീറ്റ് ക്വസ്റ്റ്യനും കൂടെയാണ്, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ദ ചീഫ് പിഗ്മെന്റ് ഇൻ ഫോട്ടോസിന്തസിസ് ആരാണ്? ക്ലോറോഫിൽ എ കേട്ടോ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി പിന്നെ ഉള്ളതാണ് ക്ലോറോഫിൽ ബി അല്ലെ. ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ, പിന്നെ സാന്തോഫിൽ കരോട്ടീൻ. അപ്പൊ ഇത് മൂന്നെണ്ണം സഹായികളാണ്. ക്ലോറോഫിൽ എ ആണ് മെയിൻ ആള്, ബാക്കി മൂന്നെണ്ണവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പിഗ്മെന്റ്സ് ആണ്, ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടീനും കേട്ടോ. സാന്തോഫിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പോഴാണെന്നറിയോ, ഇല പഴുത്ത് കൊഴിയാറാവില്ലേ, അപ്പൊ ആ ഒരു യെല്ലോ കളർ ഫോം ചെയ്യില്ലേ, അതൊക്കെ സാന്തോഫിലാണ്. പിന്നെ കരോട്ടീനും ഫോം ചെയ്യും. കരോട്ടീനൊക്കെ ആദ്യം പച്ച മാറി ഒരു ഓറഞ്ച് കളർ അല്ലെ, പച്ച മാറി ഓറഞ്ച് അവസാനം മഞ്ഞയാവുക, ശ്രദ്ധിച്ചു നോക്കി അറിയാം ഇനി മുതൽ കേട്ടോ. പഴുത്ത ഇലകളെ പെട്ടെന്ന് മഞ്ഞയാവില്ല, ആദ്യം ലൈറ്റ് ഓറഞ്ച് ആയിട്ട് പിന്നെയാണ് അത് മഞ്ഞയിലോട്ട് വന്ന് അങ്ങനെയാണ് കൊഴിഞ്ഞു പോവുക. അപ്പൊ പച്ചയുടെ ആധിക്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കളറിനെ തിരിച്ചറിയാണ്ടിരിക്കുന്നത്. മാസ്ക് ചെയ്യൂത്, മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കുമൊന്നും കാണൂലല്ലോ, അതേപോലെ പച്ച കളർ ഒരുപാട് ആവുമ്പോ അതിന്റെ അടിയിൽ ഈ യെല്ലോയും ഓറഞ്ച് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും കാണണില്ല എന്നുള്ളൂ. ഒരു ആരോഗ്യമുള്ള ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ പച്ച കളറിലായിരിക്കും, കാരണം അതിലെ യെല്ലോയും ഓറഞ്ച് റെഡും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം പച്ച കളർ, ആ ഗ്രീൻ കളർ വിൽ മാസ്ക് ദ അതർ പിഗ്മെന്റ്സ്. മനസ്സിലായോ? ബട്ട് when a leaf undergoes aging or maturation, the chlorophyll content will decrease അല്ലെ. chlorophyll content ഡിക്രീസ് ആവുമ്പോഴാണ് പിന്നെ ഓറഞ്ചിഷ് കളർ വരും, പിന്നെ യെല്ലോ കളർ പിന്നെ കൊഴിഞ്ഞു പോകും. ആ ഗ്രീൻ കളറിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോഴാണ് ബാക്കിയുള്ള ആക്സറി പിഗ്മെന്റുകൾ പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുക. പിന്നെ ഇല ഏജിങ്ങിലേക്ക് പോയി പിന്നെ ഡെത്ത് ആവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതൊക്കെ ആക്സറി പിഗ്മെന്റ്സിന് വളരെ വലിയ റോൾ ഉണ്ടെന്നാണ് പറയാം. ഇനി നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ആണ് ഇനി പറയുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രോം, ആക്ഷൻ സ്പെക്ട്രോം. എന്താന്ന് നോക്കാം. അപ്പോ എന്താന്ന് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താന്ന് പറയാം ആദ്യം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്, വേറെ ഒന്നുമല്ല അത്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഈ ഗ്രാഫ് വെച്ച് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഏതൊക്കെ പിഗ്മെന്റ് ഏതൊക്കെ വേവ് ലെങ്തിനെയാണ് അബ്സോർബ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് ഗ്രാഫിക്കലായിട്ട് വച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഒന്നുകൂടെ പറയാം, ഏതൊക്കെ പിഗ്മെന്റ് ഏതൊക്കെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്തത് എന്നുള്ള കാര്യത്തിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു കർവിൽ കൂടെ അതിനെ റെപ്രസെന്റ് ചെയ്യും, ഗ്രാഫായിട്ട് ഒരു കർവിൽ കൂടെ റെപ്രസെന്റ് ചെയ്യാം, പ്ലോട്ട് ചെയ്യാണ് നമ്മൾ അതിനെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓരോ പിഗ്മെന്റ് ഓരോ വേവ് ലെങ്തിനാണ്, എല്ലാവർക്കും കൂടെ എല്ലാ വേവ് ലെങ്തിനും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങൾ ഈ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുക, നിങ്ങൾ ഈ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാത് വേവ് ലെങ്തിനെ അതാത് പിഗ്മെന്റുകൾ മാത്രമാണ് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്യണതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആ അബ്സോർപ്ഷൻ പവർ കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടെക്സ്റ്റിലും ഉണ്ട്, ഇവിടുത്തെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ക്ലോറോഫിൽ ബി കണ്ടോ, പച്ച കളറിൽ കാണിച്ചേക്കുന്നത് ക്ലോറോഫിൽ ബി കണ്ടോ, നോക്കൂ. ഇത് 440 അവിടെയാണ് മാക്സിമം വന്നേക്കുന്നത് കണ്ടോ അല്ലെ. ഏതാണ്ട് 450 അല്ലെ, 440 450 വരുമ്പോഴാണ് മാക്സിമം അബ്സോർബ് ചെയ്യുക. അതായത് ഒരു 390 മുതൽ ഒരു 730 നാനോമീറ്റർ കേട്ടോ, അത്രയും ഉണ്ട് റേഡിയേഷൻസ് വൈറ്റ് ലൈറ്റിന്റെ. ഇപ്പൊ സൂര്യനിൽ നിന്ന് ഒരുപാട് രശ്മികൾ ഭൂമിയിലോട്ട് വീഴുന്നുണ്ട്. UV ലൈറ്റ്, എക്സ് റേസ്, ഗാമ റേസ്, പിന്നെ എന്താ വൈറ്റ് ലൈറ്റ് അല്ലെ, മൈക്രോ വേവ്സ്, റേഡിയോ വേവ്സ്, കുറെ വേവ്സ് ഉണ്ട്. അതിലെ ചെടികൾക്ക് വേണ്ടിയുള്ളതാണ് വൈറ്റ് ലൈറ്റ്. ചെടികൾ അബ്സോർബ് ചെയ്യുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. ഈ വൈറ്റ് ലൈറ്റ് തന്നെ പല ഇതുണ്ടല്ലോ, വിജിയർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, വൈറ്റ് ലൈറ്റിന് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ തന്നെ പല വേവ് ലെങ്ത് ഉണ്ട്. അതിലെ ക്ലോറോഫിൽ ബി അബ്സോർബ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 450 കേട്ടോ.
അപ്പൊ ആ ഒരു നാനോമീറ്ററിലുള്ള റേഡിയേഷൻസിനെയാണ് ഈ ക്ലോറോഫിൽ ബി അബ്സോർബ് ചെയ്യുക കേട്ടോ. ഇവിടെ നോക്കൂ, ഈ പിങ്ക് കളറിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നോക്കൂ, 400-നും 450-നും ഇടയിൽ ഒരു 425 നോക്കിയാൽ നമുക്ക് മാക്സിമം, അല്ലെ ഒരു 425 മാക്സിമം ആയിട്ട് കാണിക്കുന്നുണ്ട്. ഏത് ക്ലോറോഫിൽ എ ബ്ലൂ റീജിയണിൽ. പിന്നെ വരുന്നത് ഇവിടെയാ റെഡ് സോണിലേക്ക് കടന്നു കഴിയുമ്പോൾ കണ്ടോ 650-നും 700-നും ഇടയിൽ മാക്സിമം കാണിക്കുന്നുണ്ട് കണ്ടോ ക്ലോറോഫിൽ എ. അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ് നോക്കൂ, ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് കണ്ടോ, ഒരു 450-ക്കും ഒരു 530-ക്കും മാക്സിമം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ പിഗ്മെന്റും കണ്ടോ ഒരു പ്രത്യേക തരം നാനോമീറ്ററിനെ അവർ അബ്സോർബ് ചെയ്യില്ല, അത് വേറെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. മനസ്സിലായി? അവരവരുടെ മാത്രം അബ്സോർബ് ചെയ്യും. അതിനെ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്ത സെക്ഷനിലോട്ട് വരാം, ആക്ഷൻ സ്പെക്ട്രം. ആക്ഷൻസ് അനുസരിച്ച് അവർ എത്ര ഫോട്ടോസിന്തസിസ് ചെയ്തു എന്നുള്ളതാണ് ആക്ഷൻ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയില്ലേ ഷൂട്ടിങ്ങിന്റെ സമയത്ത്, അല്ലെ? ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി അവർക്ക് തുടങ്ങണം, അഭിനയം അവർക്ക് അപ്പൊ തുടങ്ങണം, അല്ലെ? അത്ര നേരം അവർ മനസ്സിലാക്കിയ കാര്യങ്ങള് അവര് അഭിനയിച്ച് തുടങ്ങുകയാണ്, അല്ലെ? അപ്പൊ ഇത്ര നേരം അവര് അബ്സോർബ് ചെയ്ത വേവ് ലെങ്ത് ഉണ്ടല്ലോ, അത് വച്ചിട്ട് അവർക്ക് ഇനി ഫോട്ടോസിന്തസിസ് തുടങ്ങണം, അല്ലെ? ആക്ഷൻ സ്പെക്ട്രം അതാണ് കാണിക്കുന്നത്. ആക്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഗ്രാഫ് തന്നെയാണ്, വേറൊന്നുമല്ല. ഇതും ഒരു ഗ്രാഫ് തന്നെയാണ്. എന്താ കാണിക്കുക, അല്ലെ? ഫോട്ടോസിന്തസിസ് ആണ്. ഇതാണ് അവരുടെ ആക്ഷൻ. അബ്സോർബ് ചെയ്തതിനനുസരിച്ച് അവർക്ക് പ്രൊഡക്ടിവിറ്റി നടക്കണ്ടേ. ആ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോസിന്തസിസ് ചെയ്യുക, അല്ലെ? എത്രമാത്രം ഫോട്ടോസിന്തസിസ് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ആക്ഷൻ സ്പെക്ട്രം കേട്ടോ. അതാണ് എഴുതിയേക്കുന്നത്. The curve showing the effectiveness of the different wavelength of light in stimulating the process. പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസിന് വേണ്ടി അവർ അബ്സോർബ് ചെയ്ത വേവ് ലെങ്ത്തിൽ അവർക്ക് എത്രമാത്രം ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ കുറച്ചു പേരല്ലേ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ, അല്ലെ? ബാക്കിയുള്ളവരൊക്കെ കുറെയൊക്കെ മറന്നു പോകും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് പഠിച്ച അനുസരിച്ച് നിങ്ങൾക്ക് എത്ര എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റി, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതൊക്കെ അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ്. നിങ്ങളുടെ എക്സാം റിസൾട്ട് ആണ് നിങ്ങളുടെ ആക്ഷൻ സ്പെക്ട്രം. ക്ലിയർ ആയോ ഈ സംഭവം? കേട്ടോ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? മിസ് ഒന്നുകൂടെ പറയോ? പറയാം. ശ്രീനന്ദന അയ്യർ, ആകാശ് അരവിന്ദ്, പിന്നെ ആരൊക്കെയാ? അനീറ്റ, അഞ്ജന, ജയറാം, മഞ്ജു കൃഷ്ണ, മീനാക്ഷി. അബ്സോർപ്ഷൻ സ്പെക്ട്രം നിങ്ങൾ അബ്സോർബ് ചെയ്തു, അതായത് ഓരോരോ പിഗ്മെന്റുകള് ലൈറ്റിന്റെ വേവ് ലെങ്തിനായിരിക്കും സ്പെക്ട്രം. ഫോട്ടോസിന്തസിസ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ആക്ഷൻ സ്പെക്ട്രം. ഒരു കാര്യം ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ അത് നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളത് അബ്സോർപ്ഷൻ സ്പെക്ട്രം. മനസ്സിലാക്കിയതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ, അതാണ് നിങ്ങളുടെ ആക്ഷൻ സ്പെക്ട്രം. അബ്സോർപ്ഷനും ആക്ഷനും ഇന്റർലിങ്ക്ഡ് ആണ്. അബ്സോർപ്ഷൻ ചെയ്യുന്നതനുസരിച്ചാണ് ആക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലോ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, മോശമാവും, എല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും. മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റേ പെർഫോമൻസ്. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ചെയ്യുന്നതനുസരിച്ചാണ് പെർഫോമൻസ് ഉണ്ടാവും. ആ പെർഫോമൻസ് ആണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായി? ഇപ്പൊ ചോദിച്ച ആരാണ് സംശയം ചോദിച്ചാൽ മനസ്സിലായോ? പ്രത്യേകം നോട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ ഇപ്പൊ രണ്ട് ഗ്രാഫിനെയും കൂടെ ഒറ്റ പ്ലോട്ടിൽ കാണിച്ചേക്കുകയാണ്. ആക്ഷൻസ് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനെയും കൂടെ ഒറ്റ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചേക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒറ്റതില് റെപ്രസെന്റ് ചെയ്തേക്കാണ്. ഇവിടെ നോക്കൂ, ഇത് അബ്സോർപ്ഷൻ മാക്സിമം കാണിച്ചിട്ടുണ്ട്. ഇവിടെ അബ്സോർപ്ഷൻ അതിനനുസരിച്ച് ഇവിടെ നോക്കൂ മാക്സിമം വന്നിട്ടുണ്ട്. അബ്സോർപ്ഷൻ ചെയ്യണ അനുസരിച്ച് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിന്റെ വേഗം, റേറ്റ്, സ്പീഡ്, ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള അവരുടെ
കഴിവിനെയാണ് ഈ ഗ്രാഫ് കാണിക്കണേ. അബ്സോർപ്ഷൻ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കൂടിയേക്കണുണ്ടോ, ഗ്രാഫ് ഹൈ ആയി. പിന്നെ ഇവിടെ അബ്സോർപ്ഷൻ കുറഞ്ഞു, അതിനനുസരിച്ച് ഇവിടെ നോക്കൂ കുറഞ്ഞേക്കണുണ്ടോ. രണ്ട് ഗ്രാഫ് വേറെ ചെയ്യൂട്ടോ നിങ്ങൾ, അതിന് വേണ്ടി പ്രത്യേകം മനസ്സിലാക്കണേ. ഇവിടെ ഗ്രാഫ് താഴത്തോട്ട് വരണ്ടല്ല, ഇവിടെ നോക്കൂ ഗ്രാഫ് താഴത്തോട്ട് വന്നു, ആ ബ്ലൂ കളർ താഴത്തോട്ട് വന്നു. അതായത് മീനിങ് എന്താ, ആക്ഷൻ കുറഞ്ഞു എന്ന്. ഇവിടെ വീണ്ടും കേറി, കണ്ടോ കണ്ടോ, വീണ്ടും കേറി, ഇവിടെ അബ്സോർപ്ഷൻ വീണ്ടും ഉണ്ടായി. അപ്പൊ ഇവിടെ ആക്ഷനും, അപ്പൊ ആക്ഷൻ കൂടുന്നതോ അബ്സോർപ്ഷൻ കൂടുന്നതോറും ആക്ഷൻ കൂടും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് ഗ്രാഫ് റബ്ബ് ചെയ്തേക്കുന്ന പടമാണ് മൂന്നാമത്തെ ഗ്രാഫിൽ പറയുന്നത്, പേജ് നമ്പർ 210. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഗ്രാഫ് കാണിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. അത് പ്രത്യേകം മാർക്ക് ചെയ്യും. ഗ്രാഫ് നിസ്സാരക്കാരനല്ല, പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ടെക്സ്റ്റിൽ ഒരു മാതിരിയുള്ള എഴുത്താണ്, അതിന്റെ ലിറ്ററേച്ചർ ഒരു മാതിരിയാണ് എഴുതിയേക്കുന്നത്, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. ഇത്തിരി ഒന്ന് നോക്കി കുറെ നേരമൊക്കെ ഇരുന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിനുള്ള സമയം നിങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് തൽക്കാലം ഒരു ക്യാപ്സൂൾ രൂപത്തിൽ അങ്ങോട്ട് മെഴുങ്ങുക കേട്ടോ. ചെറുതായിട്ട് വളരെ ബ്രീഫായിട്ട് പറഞ്ഞേക്കുള്ളൂ, ഒരുപാട് ആക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് വരാം. ആക്ഷൻ അബ്സോർപ്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ എ ചീഫ് പിഗ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ലോറോഫിൽ ബിയും ഒരു ആക്സസറി പിഗ്മെന്റ് ആണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ ബി. ഇവര് അബ്സോർബ് മാക്സിമം വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, therefore ഷോ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അറ്റ് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ. അല്ലെ, ക്ലോറോഫിൽ എയും ബിയും ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഇവര് ഫോട്ടോസിന്തറ്റിക് റേറ്റ് വളരെ കൂടുതലാണ് ഈ രണ്ട് പിഗ്മെന്റിന്റെ. അത് മാത്രമല്ല ഇവർ അബ്സോർബ് ചെയ്യുന്നത് ബ്ലൂവും റെഡും റീജിയൻ ആണ് ഇവർ മാക്സിമം അബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തറ്റിക് റേറ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ മറ്റേ വയലറ്റിലോ ഇൻഡിഗോയിലോ അല്ലെങ്കിൽ മറ്റേ ഓറഞ്ചിലോ യെല്ലോയിലോ അത്രയും കിട്ടൂല. ബ്ലൂവിലും റെഡിലും ആണ് നമുക്ക് മാക്സിമം ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഉള്ളത്. ഇതും നീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നീറ്റ് ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ഞാൻ നീറ്റ് ക്വസ്റ്റ്യൻ ഉള്ള പ്രത്യേകം എടുത്തു പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ കേട്ടോ. ബാക്കിയുള്ള പിഗ്മെന്റ് ഒന്നും അത്രയും പറ്റില്ല, ഇവന്മാരുടെ അത്രയും ബാക്കിയുള്ള പിഗ്മെന്റ് ഒന്നും പറ്റില്ല. ഇവന്മാർക്കാണ് ഏറ്റവും കൂടുതൽ കഴിവ് കേട്ടോ, ക്ലോറോഫിൽ എയും ബിയും. അപ്പൊ ഇനി അതിന്റെ മെക്കാനിസത്തിലോട്ട് വരാം. എന്താ പരിപാടി എങ്ങനെയാന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പൊ നേരത്തെ എവിടെ സൈറ്റ് കണ്ടു അല്ലെ, നമ്മള് എവിടെയാ നടക്കണേന്നൊക്കെയുള്ള കാര്യം പറഞ്ഞുല്ലോ അല്ലെ. ഗ്രാനയിലും ഉണ്ട് സ്ട്രോമയിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ, സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇനി അതിന്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട് വരാം. ലൈറ്റ് റിയാക്ഷന്റെ വേറൊരു പേരാണ് ഫോട്ടോ കെമിക്കൽ ഫേസ് കേട്ടോ. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഈ വലിയൊരു ഒരു പ്രതിഭാസം ശരിക്കും ഒരു അത്ഭുതമാണ് ശരിക്കും, മനസ്സിലായോ. ഈ ഒരു പരിപാടിക്ക് രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നു, പിന്നെ ഒന്ന് ലൈറ്റ് വേണ്ടാത്തൊരു ഫേസും. ഈ രണ്ട് ഫേസും കൂടെ കൂടുമ്പോഴാണ്, അതായത് ഈ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന കാര്യങ്ങള്, പിന്നെ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫേസ്, ഇത് രണ്ടും കൂടെ കൈകോർത്ത് നിൽക്കുമ്പോഴാണ് ഫോട്ടോസിന്തസിസ് സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റൂ. മനസ്സിലായോ. ഈ രണ്ട് ഫേസസും ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഒന്ന് കഴിഞ്ഞിട്ടാണ് മറ്റൊന്ന്. ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്ട്സ് ആണ് ഡാർക്ക് റിയാക്ഷനിൽ ഞാൻ പറഞ്ഞില്ലേ, അതിനാണ് അവിടെ ഉപയോഗിക്കുക. ലൈറ്റ് റിയാക്ഷൻ ഇല്ലാണ്ട് ഡാർക്ക് റിയാക്ഷൻ മാത്രം പറ്റുമോ? ഇല്ല. ഡാർക്ക് റിയാക്ഷൻ ഇല്ലാണ്ട് ലൈറ്റ് റിയാക്ഷൻ മാത്രം പറ്റുമോ? ഇല്ല. രണ്ടും ഒരേപോലെ കൈകോർത്ത് നിൽക്കണം, മനസ്സിലായി. അപ്പൊ രണ്ട് മെക്കാനിസം ആണ്, മെയിൻ ആയിട്ടുള്ള രണ്ട് മെക്കാനിസം ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ലൈറ്റ് റിയാക്ഷനും പിന്നെ ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷന്റെ പേര് ഫോട്ടോ കെമിക്കൽ ഫേസ് എന്നും പറയും. കാരണം ലൈറ്റ് വേണമല്ലോ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ലൈറ്റ് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വേണ്ട, ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. എന്നാൽ അവിടെ ഫുഡ് ഉണ്ടാവണം. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് അല്ലെ, ഓർഗാനിക് ആയിട്ടുള്ള ഒരു സിന്തസിസ് ഉൽപാദനം. അത് എന്തുന്നാ ഉൽപാദിപ്പിക്കുന്നത്? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച്, ഇതിനാണ് ഉൽപാദിപ്പിക്കുക, മനസ്സിലായോ. അപ്പൊ ഇവിടെയാണ് ഫുഡ് ശരിക്കും ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഡാർക്ക് റിയാക്ഷനിൽ. ലൈറ്റ് റിയാക്ഷനിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്, മനസ്സിലായോ. ഇനി ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കണേന്ന് നോക്കാം. എവിടെയാ? ഗ്രാന. പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞല്ലേ, സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ് ഈസ് കോൾഡ് ഗ്രാന അല്ലെ. അപ്പൊ ഗ്രാനയിലാണ് ഇത് ഹാപ്പൻ ചെയ്യുക. ഗ്രാന എന്ന് പറഞ്ഞാൽ ഗ്രാന ഈസ് മേഡ് അപ്പ് ഓഫ് തൈലക്കോയിഡ്സ് അല്ലെ. ഇത് എവിടെ നടക്കുക? സ്ട്രോമ. നേരത്തെ കാണിച്ചില്ലേ മിസ്, സ്ട്രോമയും ഗ്രാനയൊക്കെ അല്ലെ. ഈ ലൈറ്റ് പച്ചയാണ് സ്ട്രോമ, ഡാർക്ക് ഗ്രീൻ ആണ്. ഈ ഗ്രാസ് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടില്ല, ഇതാണ് ഗ്രാന. അപ്പൊ ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ, സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷനുകൾ കേട്ടോ. ഇനി എന്താ വേണ്ടേ?
ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ലൈറ്റ് അല്ലെ, ലൈറ്റ് റിയാക്ഷൻ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സ്ട്രോമയിൽ ലൈറ്റ് വേണ്ട, ഡസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ലൈറ്റ് കേട്ടോ. പിന്നെ ലൈറ്റ് റിയാക്ഷനിൽ കുറെ ഇവന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ചടങ്ങ് നടക്കാന്ന് വിചാരിക്കുക, ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അല്ലെ കുറെ ചടങ്ങുകളില്ലേ ഒരു കല്യാണത്തിന് അല്ലെ, വരനും വധുവും വരണം, താലി കെട്ടണം അല്ലെ, മാല ഇടിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനിൽ കുറെ ഇവന്റ്സ് ഉണ്ട്. എന്തൊക്കെ ഇവന്റ്സ്? ഒന്ന് വാട്ടർ സ്പ്ലിറ്റിംഗ് അല്ലെ, ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. വാട്ടർ അത് സ്പ്ലിറ്റ് ചെയ്യണം. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനെ പറഞ്ഞു വിടണം ആദ്യം അല്ലെ. പിന്നെ ATP ഉണ്ടാക്കണം, പിന്നെ NADPH ഉണ്ടാക്കണം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഞാൻ എന്തൊരു ടൈപ്പിംഗ് എറർ ആണ് വന്നേക്കണേ. അപ്പൊ ഒന്നുകൂടെ പറയാം ഞാൻ. അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് വാട്ടർ സ്പ്ലിറ്റിംഗ് ചെയ്തിട്ട് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യണം. പിന്നെ ATPയുടെ ഫോർമേഷൻ, ATPയും NADPH ഫോം ചെയ്യണം. മനസ്സിലായോ? ഈ പോയിന്റ് ഇവിടെ വരണ്ടേ കേട്ടോ, ഈ പോയിന്റ്. ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ, ഓക്സിജൻ ലിബറേഷൻ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് റിയാക്ഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ കുറച്ചൊരു ടൈപ്പിംഗ് എറർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തിരുത്തിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ മതി, ഇപ്പൊ നോക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ലൈറ്റ് റിയാക്ഷനിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ATP ഫോം ചെയ്യും. ATP ഫോം ചെയ്യും. NADPH എന്ന സാധനം ഉണ്ട്, NADPH അല്ലെ, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് അല്ലെ, NADPH ഫോം ചെയ്യും. അതുപോലെ തന്നെ ATP ഫോം ചെയ്യും. പിന്നെ എന്താ, വാട്ടർ സ്പ്ലിറ്റിംഗ് ഹാപ്പൻ ചെയ്യും. വാട്ടർ സ്പ്ലിറ്റിംഗ് ഹാപ്പൻ ചെയ്യും, ഓക്സിജൻ പുറത്തോട്ട് പോവും, ATP ഫോം ചെയ്യും, NADPH ഫോം ചെയ്യും. ഇനി ഇതാണ് ലൈറ്റ് റിയാക്ഷനിൽ ഹാപ്പൻ ചെയ്യുക. ഡാർക്ക് റിയാക്ഷനിൽ എന്താ ഹാപ്പൻ ചെയ്യുക? ഡാർക്ക് റിയാക്ഷനിൽ എന്താ ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫോം ചെയ്തില്ലേ ATPയും NADPHും, അതിനെ വെച്ചിട്ട് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതാണ് ഹാപ്പൻ ചെയ്യുക കേട്ടോ. ഒന്നുകൂടെ പറയാം. ലൈറ്റ് റിയാക്ഷനിൽ ATP ഫോം ചെയ്യും, NADPH ഫോം ചെയ്യും, ഓക്സിജൻ ഇവോൾവ് ചെയ്യും അല്ലെ, വാട്ടർ സ്പ്ലിറ്റിംഗ് ഒക്കെ നടന്ന് ഓക്സിജൻ പുറത്തോട്ട് വരും. ഓക്കെ. ഇനി ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്ത ATPയും NADPHും വെച്ചിട്ട് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി റെഡ്യൂസ് ചെയ്യും കേട്ടോ. ഡാർക്ക് റിയാക്ഷനിലാണ് ശരിക്കും ഫുഡ് ഉണ്ടാക്കുക. കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കാനായിട്ട് എനർജി വേണ്ടേ അല്ലെ, വെറുതെ ഹാപ്പൻ ചെയ്യേ പ്രോസസ് ഇല്ല. കാർബൺ ഡയോക്സൈഡ് കാർബോഹൈഡ്രേറ്റ്സ് ആക്കാനായിട്ടുള്ള എനർജി ആരാ പ്രൊവൈഡ് ചെയ്യുക? ലൈറ്റ് റിയാക്ഷനിൽ നിന്ന് വരുന്ന ATPയും NADPH കേട്ടോ. അപ്പൊ ATPയും NADPHും നമുക്ക് അസിമിലേറ്ററി പവർ എന്ന് വിളിക്കാം കേട്ടോ, അസിമിലേറ്ററി പവർ കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കൂ നിങ്ങൾ. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടർ മോളിക്യൂളായി കാണിച്ചേക്കണേ കേട്ടോ, H2O ആയി കാണിച്ചേക്കണേ. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണമുണ്ടോ, ലൈറ്റ് റിയാക്ഷൻ സമയത്ത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ പുറത്തോട്ട് വരും. അതാണ് നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്ന ഓക്സിജൻ. മനസ്സിലായോ? ബാക്കി എന്തുണ്ട്, പ്രോട്ടോൺസിന്റെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടല്ലേ അല്ലെ. H2O സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H+ അയോൺസ് ഉണ്ട്, പിന്നെ ഓക്സിജന്റെ ആറ്റം ഫോം ചെയ്യും, പിന്നെ ഇലക്ട്രോൺസും ഫോം ചെയ്യും. ആ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൂടെ ഒക്കെ ഓടി നടക്കും. മനസ്സിലായി? അങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ATP ഫോം ചെയ്യുക അല്ലെ. പിന്നീട് ആ പ്രോട്ടോൺസിന്റെ ഹെൽപ്പോട് കൂടിയാണ് NADPH ഫോം ചെയ്യുക അല്ലെ. അങ്ങനെ ATPയും NADPH ഒക്കെ ലൈറ്റ് റിയാക്ഷന്റെ കുഞ്ഞുങ്ങളാണ്. ലൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാവുന്ന പ്രോഡക്ട്സ് ആണ് ATPയും NADPH അല്ലെ. ഇതിനെ എങ്ങോട്ട് കൊടുക്കും? സ്ട്രോമയിലോട്ട് കൊടുക്കും. കാരണം സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ ഹാപ്പൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ മിസ്, മഞ്ഞ കളറിൽ അല്ലെ, ആ ലൈറ്റ് പച്ച കളർ എന്നൊക്കെ പറഞ്ഞില്ല, അതിലാണ് ഡാർക്ക് റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുക. അപ്പൊ ഇതിനെ വെച്ചിട്ട് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ എന്ന് പറയും അല്ലെ. ഡാർക്ക് റിയാക്ഷനിലുള്ള സൈക്കിൾ ആണ് C3 സൈക്കിൾ. അപ്പൊ ഈ ATPയും NADPHനെ ഈ C3 സൈക്കിളിൽ യൂട്ടിലൈസ് ചെയ്യും. അതിനുശേഷമാണ് അവിടെ വെച്ചിട്ടാണ് കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ഷുഗർ ആക്കി മാറ്റുക. ക്ലിയർ? നല്ലൊരു ഡയഗ്രാം ആണ് കേട്ടോ അത്. മനസ്സിലാവണ്ടോ എല്ലാവർക്കും? ലൈറ്റ് റിയാക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന ATPയും NADPHും വെച്ചിട്ട് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റുന്നു ബൈ എ പ്രോസസ് കോൾഡ് C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണ് മിസ്. ഈസി ആണത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു രീതിക്ക് പഠിക്കണം എന്നുള്ളൂ കേട്ടോ. ഒട്ടും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല ശരിക്കും അത്. പക്ഷെ നിങ്ങൾ അതിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം നിങ്ങളുടെ
കേട്ടോ. ഈ 2 ചാപ്റ്ററിനോടും പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത 2 ചാപ്റ്റർ ആണത്. അപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റും, പഠിക്കാൻ പറ്റും, ഈസി ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മധുരമുള്ള ചാപ്റ്റർ ആണത് കേട്ടോ. നമുക്കിന്റെ മെക്കാനിസത്തിലേക്ക് ഒന്നുകൂടെ പറയാം. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ മെക്കാനിസം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ് ഉദ്ദേശിക്കണേ അല്ലെ. വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് ടു H+ അയോൺസ്, പിന്നെന്താ ഓക്സിജൻ ആറ്റം, ഇലക്ട്രോൺസ് ഒക്കെ ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവാണ് വാട്ടർ അല്ലെ. ഫോട്ടോലൈസിസ് എന്ന് പറഞ്ഞിട്ട് ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാണ്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരികയാണ്. അപ്പൊ അതൊരു ഓക്സിഡേഷൻ പ്രോസസ് ആണ്. അതേസമയം ഇത് റിഡക്ഷൻ പ്രോസസ്സും കൂടിയാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇത് റിഡക്ഷൻ അല്ലേ. CO2 CHO ആയി മാറുകയാണ്. CO2 CHO അല്ലെ. അപ്പൊ ഇത് ഒരേ സമയം ഒരു ഓക്സിഡേഷൻ പ്രോസസ്സും ആണ്, അതേസമയം ഒരു റിഡക്ഷൻ പ്രോസസ്സും ആണ്. ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്. പിന്നെന്താ, വാട്ടർ അല്ലെ ഓക്സിഡൈസ് ടു ഓക്സിജൻ, അതെ പറഞ്ഞല്ലോ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ പുറത്തോട്ട് വരുന്ന പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ടു കാർബോഹൈഡ്രേറ്റ്സ്. അതുകൊണ്ടാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് എന്ന് പറയാൻ കാരണം. പിന്നെന്താ, റേഡിയന്റ് എനർജി. റേഡിയന്റ് എനർജി എന്ന് പറഞ്ഞാൽ സോളാർ എനർജി അല്ലെ. റേഡിയന്റ് എനർജി എന്ന് പറഞ്ഞാൽ സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. അങ്ങനെ ആയിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാണ്ട് വെറുതെ സൂര്യപ്രകാശത്തിനുള്ള എനർജി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അതിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് അവര് കേട്ടോ. കെമിക്കൽ എനർജി ആക്കി മാറ്റിയാലാണ് മറ്റുള്ള ട്രോഫിക് ലെവൽസിന് അതുകൊണ്ട് ഉപകാരമുള്ളൂ. മറ്റേ പ്രൈമറി കൺസ്യൂമേഴ്സിനും മറ്റേ സെക്കൻഡറി കൺസ്യൂമേഴ്സിനൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ കെമിക്കൽ എനർജി ആയേ പറ്റൂ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസം കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 മെക്കാനിസം ആണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു കേട്ടോ. ഇനി പറയുന്ന കാര്യം ഫോട്ടോ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഫോട്ടോ സിസ്റ്റം? അപ്പൊ നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? പണ്ട് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ആരാണ് ഈ ഫോട്ടോ സിസ്റ്റം? ആരാണ് ഞാൻ? നമുക്ക് നോക്കാം ആരാണ് ഈ ഫോട്ടോ സിസ്റ്റം. ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ പറയാം, ഈ പിഗ്മെന്റുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം, ഇതാണ് ഫോട്ടോ സിസ്റ്റം. മനസ്സിലായോ? പിഗ്മെന്റുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം. അപ്പൊ എങ്ങനെ ഉണ്ടാവും? പിഗ്മെന്റുകളായിരിക്കും അല്ലെ. അതിലെ ഒരു മുഖ്യൻ ഉണ്ടാവും, പിന്നെ കുറെ മറ്റേ ഇതുണ്ടാവും, സിൽബന്തികളും ഉണ്ടാവും. ഇതാണ് ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പിഗ്മെന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ തൈലക്കോയിഡ് മെംബ്രെയിൻ ഇൻടു ഡിസ്ക്രീറ്റ് യൂണിറ്റ്. ഇതിനാണ് അതായത് പ്രത്യേകമായ ഒരു പ്രത്യേക ഘടനയില് പിഗ്മെന്റുകളൊക്കെ ഇരിക്കും. തൈലക്കോയിഡ് മെംബ്രെയിനിലാണല്ലോ ഇത് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ മിസ്. ലൈറ്റ് റിയാക്ഷൻ എവിടെ ഹാപ്പൻ ചെയ്യാം? തൈലക്കോയിഡിലാന്ന് പറഞ്ഞില്ലേ. തൈലക്കോയിഡ് എന്ന് പറഞ്ഞാൽ കോയിൻ പോലത്തെ സ്ട്രക്ചർ ഇല്ലേ, സ്ട്രോമയിൽ കാണുന്ന ആ കോയിൻ പോലത്തെ ഒരു നാണയം പോലത്തെ സ്ട്രക്ചർ ഇല്ലേ, അതാണ് തൈലക്കോയിഡ്. ആ തൈലക്കോയിഡിന്റെ മെംബ്രെയിനിൽ, ഔട്ടർ മെംബ്രെയിനിൽ ഇരിക്കുന്ന കുറെ പിഗ്മെന്റുകളുടെ കൂട്ടം, ആ കൂട്ടത്തിനാണ് നമ്മൾ ഫോട്ടോ സിസ്റ്റം എന്ന് പറയുക. മനസ്സിലായോ? അത് എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഇരിക്കുക. നിങ്ങൾക്ക് ഈ 2 ഡയഗ്രാം ഇവിടെ കൊടുത്തിരുന്നു ഞാൻ. ഈ 2 ഡയഗ്രാം പഠിക്കേണ്ടത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയഗ്രാം കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് സങ്കല്പിക്കണ്ടേ, ഒന്ന് ഇമാജിൻ ചെയ്യണ്ടേ. ഇമാജിൻ ചെയ്യാണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന 2 ഡയഗ്രാംസ് ആണ്. ഓർഡർ ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യത്തേത് പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ പിഗ്മെന്റുകളുടെ ഒരു കൂട്ടമാണെന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഇതുപോലെ ഒരു മെയിൻ പിഗ്മെന്റ് ഉണ്ടാവും. മെയിൻ പിഗ്മെന്റ് അത് ക്ലോറോഫിൽ A ആണ്. മെയിൻ പിഗ്മെന്റും പിന്നെ അതിന്റെ കൂട്ടുകാരത്തികളും. കൂട്ടുകാരത്തികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെയുള്ള കുറെ അനുയായികളും ഉണ്ടല്ലോ, അവരാണ് ഈ കാണുന്നത്. അതായത് ആക്സസറി പിഗ്മെന്റുകൾ. അതിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഹെൽപ്പിംഗ് പിഗ്മെന്റ് മിസ് പറഞ്ഞില്ലേ, ക്ലോറോഫിൽ B, പിന്നെ ഏതൊക്കെയാണ് കരോട്ടിനോയിഡ്സ്, സാന്തോഫിൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ പിഗ്മെന്റുകളാണ് ഈ ലൈറ്റ് ഗ്രീനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ കടും പച്ച കളറിൽ കൊടുത്തേക്കുന്നത് മെയിൻ പിഗ്മെന്റ് ആണ്, അത് ക്ലോറോഫിൽ A ആണ് കേട്ടോ. അതുപോലെ തന്നെ സെയിം ഡയഗ്രാം ആണ് ഞാൻ ഇവിടെയും കൊടുത്തേക്കുന്നത്. ക്ലോറോഫിൽ A ആണ് മെയിൻ പിഗ്മെന്റ്. ഇതിലെ ഏത് ഡയഗ്രാം വേണമെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് മെയിൻ പിഗ്മെന്റ് ക്ലോറോഫിൽ A. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സസറി പിഗ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു ബക്കറ്റ് പോലെ കൊടുത്തേക്കണേ, ഇവിടെ ഇപ്പൊ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ആക്സസറി പിഗ്മെന്റുകൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും കണ്ടോ. ലൈറ്റിനെ അബ്സോർബ് ചെയ്യണുണ്ട്, ഇവിടെയും കാണാം നിങ്ങൾക്ക് അല്ലെ. ആക്സസറി പിഗ്മെന്റ്സിനെ ആന്റിന പിഗ്മെന്റ് എന്ന് പറയും കേട്ടോ. ഇതിനൊക്കെ ആന്റിന പിഗ്മെന്റ് എന്നും പറയും. ഈ ആന്റിന പിഗ്മെന്റുകൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ ഇലക്ട്രോൺസിനെ കൺവേ ചെയ്യണം കണ്ടോ. അങ്ങനെ കൊണ്ടുവന്ന് ക്ലോറോഫിൽ എയിലോട്ട് കൊടുക്കുകയായി
ഉണ്ടോ? ക്ലോറോഫിൽ എ എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യും, ഒരു ആക്സെപ്റ്റർ മോളിക്യൂൾ അത് കേട്ടോ. അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിനെ അടുത്ത മോളിക്യൂളിലോട്ട് പറഞ്ഞു വിടും ആ ഇലക്ട്രോൺസിന് കേട്ടോ. കാരണം ലൈറ്റ് റേസ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും. കാരണം ഇവർക്കൊക്കെ ഓർബിറ്റ്സ് ഉണ്ട്, അവിടെ തന്നെ മറ്റേ കിടന്ന് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണ്ടാവും, ഇതിന്റെ ഔട്ടർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് കിടന്ന് റിവോൾവ് ചെയ്യണ്ടാവും. ലൈറ്റ് എനർജി കിട്ടിക്കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺസ് പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, ഹൈ ചാർജ് ആവുമ്പോൾ ഇവർ തെറിച്ചു പോകും ഇലക്ട്രോൺസ്. ആ തെറിച്ചു പോണതിനെ ഓരോരോ പിഗ്മെന്റ് വഴി ഇങ്ങനെ കൺവേ ചെയ്ത് അവസാനം ഈ ഇലക്ട്രോൺസിനെ ആർക്ക് കൊണ്ടുവന്ന് കൊടുക്കും? ക്ലോറോഫിൽ എക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഈ ക്ലോറോഫിൽ എ ആണ് പിന്നീട് അടുത്ത ലെവലിലോട്ട് ഇലക്ട്രോൺസിനെ ഓടിക്കുക. അങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇലക്ട്രോൺസിനെ, പെട്ടെന്ന് പറഞ്ഞു, കാരണം ഇവർക്ക് ഭയങ്കര ചാർജ് ആണ്, അതുകൊണ്ട് ഇതിനെ നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ എങ്ങനെ കൺവേ ചെയ്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടെ ഒക്കെ ഓടിക്കണം. ആ ഓടിക്കുന്ന സമയത്താണ് ATP ഫോം ചെയ്യുക. ഇത് ഇലക്ട്രോൺസിനെ ഓടിക്കണതിന്റെ മെയിൻ ലക്ഷ്യം ഇതാണ്, ATP ഉണ്ടാക്കുക. കാരണം ATP ഉണ്ടാക്കിയാൽ മാത്രമാണ് ഡാർക്ക് റിയാക്ഷനിൽ ആ ATP കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ആക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഇവിടെ ഇവർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ ആക്സസറി പിഗ്മെന്റുകളിൽ കൂടെ പറഞ്ഞേച്ച് മെയിൻ പിഗ്മെന്റിലോട്ട് ചെന്ന് അവിടുന്ന് ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഓടിച്ച് ATPയും NADPH ഒക്കെ ആവശ്യത്തിന് അനുസരിച്ച് ഉണ്ടാക്കി ആ ATPയും NADPHും വെച്ച് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സംവിധാനത്തിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. അപ്പൊ ഫോട്ടോ സിസ്റ്റം ഇത്രയേ ഉള്ളൂ. രണ്ട് ഫോട്ടോ സിസ്റ്റം ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം കേട്ടോ. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറെ പേരാണ് P700. പേര് കേട്ടിട്ട് പേടിക്കണ്ട. P700 എന്ന് പറഞ്ഞാൽ 700 നാനോമീറ്റർ വരെ ഉള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകളുടെ കൂട്ടം. ഇത്രേ ഉള്ളൂ, 700 നാനോമീറ്റർ. മിസ് പറഞ്ഞില്ലേ ഒരു 690 മുതൽ ഒരു 730 വരെയാണ് നാനോമീറ്റർ, അങ്ങനെയാണ് ഈ വേവ് ലെങ്തുകൾ കിടക്കുന്നത്. അതില് ഒരു 700 നാനോമീറ്റർ വരെ ഉള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ഫോട്ടോ സിസ്റ്റം 1 അഥവാ P700 എന്നാണ് പറയുക കേട്ടോ. അതിലെ മുഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ ആണ്. റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സസറി പിഗ്മെന്റ് ആണ്. ഇതിനെ ആന്റിന പിഗ്മെന്റ് എന്നും പറയും. ഇതാണ് റിയാക്ഷൻ സെന്റർ. അതിലോട്ടാണ് ഈ ലൈറ്റിനെ പറഞ്ഞു വിടുക കേട്ടോ. അപ്പൊ 700 നാനോമീറ്റർ വരെ ഉള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നവരാണ് P700. ഇനി P680യോ? 680 നാനോമീറ്റർ വരെ ഉള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകളുടെ കൂട്ടം. പിഗ്മെന്റുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ടാവും? ക്ലോറോഫിൽ എ ഉണ്ടാവും, ബി ഉണ്ടാവും, സാന്തോഫിൽ ഉണ്ടാവും, കരോട്ടീൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു കൂട്ടമാണ് ഉദ്ദേശിക്കുന്നത്. P700 എന്ന് പറഞ്ഞാൽ 700 നാനോമീറ്റർ വരെ ഉള്ള പിഗ്മെന്റുകൾ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകളുടെ കൂട്ടം. P680 എന്ന് പറഞ്ഞാൽ 680 നാനോമീറ്റർ വരെ ഉള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകളുടെ കൂട്ടം. എന്തായാലും പിഗ്മെന്റുകളുടെ കൂട്ടമാണ്, ആ വേവ് ലെങ്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് പ്രത്യേകം പഠിക്കണം നിങ്ങൾ കേട്ടോ. P1 അല്ലെ, PS1ഉം PS2 അങ്ങനെ പ്രത്യേകം പറയാം. PS1 എന്ന് പറഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം 1, P700 കേട്ടോ. 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ, 7 എന്ന് പറഞ്ഞാലും ഓഡ് നമ്പർ അല്ല, അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല കേട്ടോ. 1ഉം ഓഡ് നമ്പർ ആണ്, 7 ഓഡ് നമ്പർ ആണ്. 700 അല്ല കേട്ടോ, 7 ഓഡ് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. PS1 എന്ന് പറഞ്ഞാൽ P700. ഇനി 2 ഈവൺ നമ്പർ അല്ലേ, അപ്പൊ 6 ഈവൺ നമ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് പിഗ്മെന്റ് സിസ്റ്റം 2 എന്ന് പറഞ്ഞാൽ 680 കേട്ടോ. ഇത് മാറിപ്പോവാറുണ്ട് കുട്ടികൾക്ക്, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്താൽ മതി. എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ ആയിട്ടാ പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുക, കറക്റ്റ് സെൻസിൽ മനസ്സിലാക്കുക. ആരൊക്കെയുണ്ട്? മീര, ബാബു, മഞ്ജു, കൃഷ്ണ, റിയ മുഹമ്മദ്, ഷിബിന, സോന, വിനീത്, നസറുദ്ദീൻ, ടീന. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്, ക്ലിയർ ആണ്. അടുത്ത സെക്ഷനിലോട്ട് വരാം, കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ലൈറ്റ് റിയാക്ഷനിലോട്ട് വരാം. ലൈറ്റ് റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറെ ഉണ്ട് ലൈറ്റ് റിയാക്ഷൻ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ചെറുതായിട്ടൊരു ഇൻട്രോ തരാം ലൈറ്റ് റിയാക്ഷനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റിംഗ് അല്ലെ, വെള്ളം വിഘടിക്കും. വെള്ളം ലൈറ്റിന്റെ പ്രസൻസ് കൊണ്ട് വെള്ളം സ്പ്ലിറ്റ് ആയിട്ട് ഓക്സിജനും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ റിലീസ് ആവും. ആ ഒരു മെയിൻ ഇവന്റ് ലൈറ്റ് റിയാക്ഷനിൽ ഹാപ്പൻ ചെയ്യണ്ടല്ലേ. പിന്നെ എന്താ
ATPയുടെ ഫോർമേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ലൈറ്റ് റിയാക്ഷനിലെ മേജർ ഇവന്റ്സ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന മെയിൻ കാര്യങ്ങൾ, ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ ഫേസ് ആണ്. ഫോട്ടോ കെമിക്കൽ ഫേസ് ആണ്, ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ ആണ്. വൺ ഓഫ് ദ മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് ലൈറ്റ് റിയാക്ഷൻ. വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ഇവന്റ്. എന്നിട്ട് ഇലക്ട്രോൺസിനെ പറഞ്ഞു വിടുക. വാട്ടർ സ്പ്ലിറ്റിംഗ് ഫോർ ഇലക്ട്രോൺ റിലീസ്. ഇലക്ട്രോൺസിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് വാട്ടർ സ്പ്ലിറ്റ് ആവുന്നത്. വാട്ടർ എങ്ങനെയാ സ്പ്ലിറ്റ് ആവുന്നത്? ലൈറ്റ് വന്ന് വീഴുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുക. ലൈറ്റിന്റെ പ്രസൻസിൽ, റേഡിയന്റ് എനർജിയുടെ പ്രസൻസിൽ വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ ഇങ്ങനെ പുറത്തോട്ട് വിടും. സെക്കൻഡ് കാര്യമാണ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിലുള്ള ATPയുടെ ഫോർമേഷൻ. ഒക്കെ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലൈറ്റിന്റെ പ്രസൻസിൽ ATP ഫോം ചെയ്യുകയാണ് കേട്ടോ. ഇനി എന്താ? പ്രൊഡക്ഷൻ ഓഫ് NADPH. NADPH ഉം ATPയും ഉണ്ടാവുന്നുണ്ട് അല്ലെ ഇവിടെ. കാരണം ATP ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിന്റെ കൂടെ കൂടാണ്ട് NADPH കേട്ടോ. NADPH എന്ന് പറഞ്ഞാൽ നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് ഹൈഡ്രജൻ. ഇതാണ് ഫുൾ ഫോം. ഈ ഒരു കമ്പോണന്റ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കോഫാക്ടേഴ്സ്, കോഎൻസൈംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ എന്തെന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ പറഞ്ഞ ഒരു റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള കോഎൻസൈംസ് അല്ലെങ്കിൽ കോഫാക്ടേഴ്സിൽ പെടുന്ന കമ്പോണന്റ്സ് ആണ് ഇതെല്ലാം. NADPH ഒക്കെ ഓൾറെഡി ഉണ്ട് സെല്ലുകളിൽ കേട്ടോ. NADP ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉണ്ടാവും. അതിനെ NADPH ആക്കി മാറ്റുകയാണ്. ഈ H എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിൽ നിന്ന് വരുന്ന പ്രോട്ടോൺസ് ആണ് ഈ Hന് കാരണക്കാരൻ കേട്ടോ. NADPH അല്ലെങ്കിൽ NADPH2 ആയിട്ട് മാറും കേട്ടോ. ATP ഓൾറെഡി ഉണ്ടാവും. അത് ഞാൻ പറയാം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവണമെന്നുള്ള കാര്യങ്ങൾ വീണ്ടും പറയാം കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ തൽക്കാലം ഇവന്റ്സ് മാത്രം മനസ്സിലാക്കുക. പിന്നെ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആവും, അല്ലെങ്കിൽ റേഡിയന്റ് എനർജി കെമിക്കൽ എനർജി ആവും പറഞ്ഞല്ലോ. ആ സമയത്താണ് ഈ പറഞ്ഞ ATP അല്ലെ, ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ATPയുടെ ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പല തരത്തിൽ പറഞ്ഞേക്കണമെന്നേ ഉള്ളൂ, എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള 3 ഇവന്റ്സ് ആണ്. ഒന്ന് വെള്ളത്തിന്റെ സ്പ്ലിറ്റിംഗ്, 2 ATPയുടെ ഫോർമേഷൻ, 3 NADPHന്റെ ഫോർമേഷൻ. ഈ 3 കാര്യങ്ങളാണ് ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാവുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ലൈറ്റ് റിയാക്ഷൻ ഓവർലോഡ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ മെയിൻ ആയിട്ട് ഒരു മിനിറ്റും കൂടെ എടുത്തേക്കാം. ലൈറ്റ് റിയാക്ഷനിൽ രണ്ട് കാര്യങ്ങളാണ് ഹാപ്പൻ ചെയ്യണം. ഒന്ന് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ, പിന്നെ ഒന്ന് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ. ഇങ്ങനെ രണ്ട്, നമുക്ക് സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, രണ്ട് തരത്തില് ലൈറ്റ് റിയാക്ഷൻ നടക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ നടക്കാറില്ല, ഏതെങ്കിലും ഒന്ന് ആയിട്ടാണ് ഹാപ്പൻ ചെയ്യുക കേട്ടോ. നോൺ സൈക്ലിക്കും ഉണ്ട്, സൈക്ലിക്കും ഉണ്ട്. നോൺ സൈക്ലിക് ആണ് പ്ലാന്റ്സിന് ഇഷ്ടം കേട്ടോ. നോൺ സൈക്ലിക് ആണ് പ്ലാന്റ്സിന് ഇഷ്ടം. ഇപ്പൊ നോൺ സൈക്ലിക്കിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ വാട്ടർ സ്പ്ലിറ്റിംഗ് ഉണ്ട്, ATP ഉണ്ട്, NADPH ഒക്കെ ഉണ്ട്, അതൊക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സൈക്ലിക്കിന്റെ സമയത്ത്, സൈക്ലിക് എപ്പോഴാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ATP തികയാണ്ട് വരില്ലേ, ATP എന്തെങ്കിലും കുറവൊക്കെ വരില്ലേ. ഇപ്പൊ നമ്മളാണെങ്കിലും വീട്ടിൽ സാമ്പാർ വയ്ക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാം? കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കും അല്ലെ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കും തേക്കാനായിട്ട് അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ATPക്ക് എന്തെങ്കിലും കുറച്ച് കുറവ് വന്നതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സൈക്ലിക് ചെയ്യുക കേട്ടോ. ATP തികഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നോൺ സൈക്ലിക് തന്നെ ധാരാളം. മനസ്സിലായോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വിശദീകരിച്ച് പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയേക്കണ നോട്ട്സ് ആണ് കേട്ടോ. അത് വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. ഇത് കൊച്ചു കുട്ടിക്കാലും മനസ്സിലാക്കാൻ മാത്രമേ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എടുത്ത അത്രയും എല്ലാവരും വരിക. ഇതൊരു ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററെ ഇറ്റ്സ് ലൈക്ക് എ റിവർ, ഒരു പുഴ പോലെയാണ് ഈ ചാപ്റ്റർ. അത് തുടക്കം മുതൽ ഇങ്ങനെ നമുക്ക് നീന്തിക്കൊണ്ടേയിരിക്കണം, അവസാനം വരെ കര കാണുന്നത് വരെ ഇങ്ങനെ പോകണം. മനസ്സിലായോ? ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആയിട്ട് പിന്നെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒരു പുഴയിൽ നീന്തുന്ന പോലെ വേണം ഈ ചാപ്റ്റർ പഠിച്ച് പോകാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വരിക. ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്. Thank you, miss. Thank you, miss. Thank you, miss. Thank you, miss.